പ്രൈസ് ദി ലോർഡ്. ജോയ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിലെ സന്തോഷമായിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഓരോ വ്യക്തികളെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി നമ്മുടെ മുൻപിലായിരിക്കുന്നത് സിസ്റ്റർ ജിനിയാണ്, തിരുവനന്തപുരത്തു നിന്ന്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം, ദൈവകൃപയാൽ. ഓക്കെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. സന്തോഷമായി. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതൊക്കെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹത്തോടു കൂടെ ആയിരിക്കുന്നു. അപ്പോൾ തന്നെ അതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തപ്പാ. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ കർത്താവേ. ഞങ്ങളുടെ വലിയ പാദപീഠത്തിലാണ് കർത്താവെ ഞങ്ങളായിരിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. നിന്റെ ദാസ്യ ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഞങ്ങളോട് പ്രസ്താവിപ്പാൻ കർത്താവെ സഹായിക്കുമാറാകണേ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനുള്ള ഇരുത്തുമാറാകണമേ. കേൾവിക്കാരുടെ ജീവിതത്തിൽ അത് വലിയൊരു വിടുതലായി മാറുവാൻ, ഒരു ഉത്തേജനമായി മാറുവാൻ, അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ പരിശുദ്ധ കർത്താവ് സഹായിക്കുന്നു. ദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സിസ്റ്ററെ, സന്തോഷമായിരിക്കുന്നല്ലോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കൂടെ ഒന്ന് പറഞ്ഞാട്ടോ. എന്റെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് പ്രകാരം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയുവാൻ ഒരു അവസരം കർത്താവ് എനിക്ക് നൽകിയതിനായി, ജോയ്സ് ടിവിയിലൂടെ നൽകിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, ഇതിന് അവസരം ഒരുക്കി തരുന്ന കർത്താവിൻ്റെ ദാസനും ദാസിക്കും എൻ്റെ ഹൃദയം നിറയെ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ജിനി പീറ്റർ എന്നാണ്. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം കല്ലയം എന്ന് പറയും. അവിടെ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് 2 പിള്ളേരുണ്ട്, 2 പെൺപിള്ളേരാണ്. ഓക്കെ, ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലാണല്ലോ ആയിരിക്കുന്നത്. അതെ, അതെ. എന്റെ ഹസ്ബൻഡ് ഒരു പാസ്റ്ററാണ്. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കും. ഓക്കെ, ഓക്കെ ജിനി. കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ ദൈവദാസിക്ക് നൽകി തരികയാണ്. ദൈവദാസിക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു സിസ്റ്റർ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ പേര് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജിനി പീറ്റർ എന്നാണ്. എന്റെ സ്വന്തം, ഞാൻ ജനിച്ചു വളർന്നത് ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ചന്തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ അറിയപ്പെടുന്നത് തന്നെ ഒരു കൊച്ചു ദുബായ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഒരുപാട് വ്യാവസായിക മേഖലകളുള്ള, സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ ചന്തിരൂർ എന്ന സ്ഥലം. അപ്പൊ അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതായത് ആലപ്പുഴയുടെയും എറണാകുളത്തിന്റെയും ബോർഡറായിട്ട് എന്റെ ഈ സ്ഥലം ചന്തിരൂരിലൂടെയാണ് ഞാൻ ജനിച്ചു വളർന്നിരിക്കും. മാതാപിതാക്കള് ഞങ്ങൾ 3 മക്കളാണ്. ഞാനാണ് മൂത്തയാള്. എന്റെ നേരെയുള്ളവരാണ്. അതിലുള്ളതൊരു പെണ്ണാണ്. അവര് അതിന്റെ ആങ്ങള കുടുംബമായിട്ട് ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ചന്തിരൂര് കുടുംബ വീട്ടിലാണ് കുടുംബമായിട്ട് താമസിക്കുന്നു. അനിയത്തി കോതമംഗലത്ത്, അവരും ഇതേപോലെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കുടുംബമായിട്ടായിരിക്കുന്നു. എന്റെ മാതാപിതാക്കൾ 2 പേരും മരിച്ചുപോയി. പിതാവ് 10-11 വർഷമായി മരിച്ചിട്ട്, മാതാവ് 6 വർഷമായി. അങ്ങനെ അവർ 2 പേരും ഈ ലോകത്ത് നിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു. ഞങ്ങൾ കുടുംബമായി തന്നെ ഞങ്ങള് റഷ്യയിലെ ഭാഗത്ത് കടന്നു വന്ന് ദൈവത്തെ കുടുംബമായിട്ട് ആരാധിക്കുന്നവരായിരുന്നു. അങ്ങനെ ഞാൻ റോമൻ കത്തോലിക്ക സഭയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്റെ മാതാപിതാക്കൾ എല്ലാവരും തികഞ്ഞ ഒരു പള്ളി ഭക്തരായിരുന്നു. പള്ളി ഭക്തർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ഒരു ഓർത്തഡോക്സ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നല്ല പള്ളി ഭക്തരായിട്ട് ജീവിച്ചവരാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ബെന്തിക്കോസ്കാർ ചെയ്യുന്നത് പോലെ തന്നെ രാവിലെയും വൈകിട്ടും എന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകും. അതായത് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ജപമാലയാണ്. വൈകിട്ട് ജപമാല, രാവിലെ ഈ തിരുഹൃദയ ജപമാല എന്ന് പറയും. അതായത് യേശുക്രിസ്തുവിനോട് തന്നെ പറയുന്നതാണ് ഇതൊരു ജപമാല പോലെ. അങ്ങനെ രാവിലെയും വൈകിട്ടും ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്റെ അമ്മച്ചി എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ പപ്പയും അമ്മയും വിളിക്കുന്നത് അപ്പച്ചനും അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്റെ അമ്മച്ചിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞങ്ങളെ രാവിലെ എഴുന്നേൽപ്പിച്ച്, ഇത് വെള്ളി, ശനിയും ഞായറും എന്ന് പറയുന്ന ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാന കാണണം, കുർബാന സ്വീകരിക്കണം. അങ്ങനത്തെ ഒരു നിർബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ എഴുന്നേൽപ്പിച്ച് 6 മണിക്കാണ് പള്ളിയിൽ കുർബാന നടക്കുന്നത്. ഞങ്ങൾ 6:30 കുർബാന നടക്കുമ്പോൾ ഞങ്ങൾ 6 മണിക്ക് കടന്നു പോകണം. കാരണം ഒരു 3-4-5 കിലോമീറ്റർ ദൂരമാണ് ഞങ്ങളൊക്കെ പള്ളിയും ഞങ്ങളുടെ വീടുമായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. പക്ഷെ ആ പള്ളിയിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയില്ല, ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ എരമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് വേണം ഞങ്ങൾ അവിടെ പോയി ആ പള്ളിയിൽ പോയാണ് കുർബാനയൊക്കെയും
കൂടിക്കൊണ്ടിരുന്നത്. അങ്ങനെ വളരെ ഭക്തരായിട്ട് ജീവിച്ചു. ഈ ദുഃഖ വെള്ളിയാഴ്ച അങ്ങനെ ഈസ്റ്ററിനെ സംബന്ധിച്ചൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ 5 പേര്, ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ 3 മക്കളാണ്, ഞങ്ങൾ 5 പേരും വൈകുന്നേരം വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച് എല്ലാവരും വെള്ള ധരിച്ച് വണ്ടിയൊന്നും കയറി പോകില്ല, എല്ലാവരും കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുമിച്ചാണ് നടന്ന് പള്ളിയിലേക്ക് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല എൻ്റെ അപ്പച്ചന്റെ അപ്പനാണ് ആ ചന്ദൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ വീട് തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ സിമിത്തേരിക്ക് വേണ്ടി 5 സെന്റ് സ്ഥലം കൊടുത്തത് എന്റെ അപ്പച്ചന്റെ അപ്പനാണ്. അങ്ങനെ പള്ളിയുമായിട്ട് ഞങ്ങൾക്ക് വളരെയധികമായിട്ട്, എന്റെ വീട് തൊട്ടടുത്തായതുകൊണ്ട് വളരെയധികമായിട്ടുള്ള ബന്ധമുണ്ട്. അങ്ങനെ ആ വൈകുന്നേരം 6 മണി എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ കുരിശുമണി അടിക്കണം എന്ന് പറയും. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും പോയി കുരിശ് വരച്ച്, കത്തോലിക്ക രീതിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം. 8 മണിയാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് കുടുംബ പ്രാർത്ഥന നടത്തണം. അങ്ങനെ വളരെ ഭക്തിപരമായിട്ട് ജീവിച്ച ഒരു കുടുംബമായിരുന്നു. അതേപോലെ ഞങ്ങളുടെ അടുത്ത സെന്റ് മേരീസ് പള്ളി എന്ന് പറഞ്ഞ ആ പള്ളിയിൽ പെരുന്നാളൊക്കെ വരുമ്പോൾ എൻ്റെ അപ്പച്ചന്റെ പെങ്ങന്മാര്, ചേട്ടൻ, അനിയന്മാര് എല്ലാവരുടെയും മക്കളും അവരുടെ ബന്ധുക്കളെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ വരും. വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഈ അറിയാവുന്ന പ്രദക്ഷിണ എന്ന് പറയും, ഘോഷയാത്ര പോലെയൊക്കെ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ലൈനിൽ നിൽക്കും. കാരണം ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി നിന്നിട്ട് എല്ലാവരും ഞങ്ങളെ കാണണം. ഞങ്ങളുടെ വീട്ടുകാർ അറിയപ്പെടുന്നത് പുളിമ്പറമ്പിൽ കുടുംബം എന്നാണ് അറിയപ്പെടുന്നത്, വീട്ടുപേരാണ് അറിയപ്പെടുന്നത്. അപ്പൊ പുളിമ്പറമ്പുകാരെന്ന് പറയുമ്പോൾ ഞങ്ങൾ അത് ഇച്ചിരി ഒരു ഫേമസ് ആയ കുടുംബമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നേരെ നിന്നാണ് ഈ പ്രദർശനക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വളരെ നമുക്കിത് അറിഞ്ഞുകൂടാ, ഈ വിഗ്രഹങ്ങളെയൊക്കെ ചുമന്നുകൊണ്ട് കിടക്കുകയും കൊണ്ടുപോയി നമുക്ക് അറിഞ്ഞൂടെ വിഗ്രഹമാണ്, ഞങ്ങൾ തിരുസ്വരൂപം എന്നാണ് പറയുന്നത്. ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്നത് വിഗ്രഹവും പള്ളികളിൽ ഇരിക്കുന്നത് തിരുസ്വരൂപവും, ഇങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഈ പ്രദർശനമൊക്കെ ഇങ്ങനെ ഞങ്ങളെല്ലാം മറ്റുള്ളവർ തോളിലോ ചുമന്നിട്ട് പോകുമ്പോൾ ഞങ്ങൾ തിരിയൊക്കെ കത്തിപ്പിടിച്ചതിന്റെ പുറകെ പോകും. അങ്ങനത്തെ ഒരു പള്ളി ഭക്തരായിട്ട് വളരെ ഭക്തിയോടെ ജീവിച്ച ഒരു കുടുംബമായിരുന്നു. അതേപോലെ ഈ ഒക്ടോബർ മാസം വരുമ്പോൾ കത്തോലിക്കർക്ക് ഈ കൊന്ത മാസം എന്ന് പറയും. അപ്പൊ 3 കൊന്ത ഒരു ദിവസം ഒരുമിച്ച് ചെല്ലിയാൽ പൂർണ്ണ ദണ്ഡവിമോചനം എന്നാണ്. കാരണം നമ്മളെ സ്വർഗത്തിൽ നമ്മുടെ ശരീരത്തോടു കൂടി കൊണ്ടുപോകുന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ വളരെ ഭക്തി, എന്റെ വീട്ടില് എന്റെ അമ്മച്ചി പഠിപ്പിച്ചതുപോലെ വളരെ ഭക്തിയായിട്ട് ഞാൻ ജീവിച്ചു. ഒരു അനുസരണമൊക്കെ ആയിട്ട് കാണിക്കുകയോ മാതാപിതാക്കളെ പറഞ്ഞതിനായിട്ട് എതിര് പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാതെ നല്ല അനുസരണമുള്ള നല്ലൊരു മകളായിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അങ്ങനെ ഈ ഒരു ദിവസം, ഈ ഒക്ടോബർ മാസം ഒരു ദിവസം 3 കൊന്ത ചെല്ലാൻ എന്നെ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ അതേപോലെ ചെല്ലും. കാരണം വീട്ടിലെ കുടുംബമായിട്ട് എല്ലാവരും ഇരുന്ന് ഒരു കൊന്ത ചെല്ലും. പിന്നെ കൂടാതെ ഈ കുടുംബ യൂണിറ്റ് എന്ന് പറയും, ആ യൂണിറ്റിൽ എല്ലാ വീടുകളിലും നടന്നൊരു കൊന്തയുണ്ട്, അതും പോയി ചെല്ലും. പിന്നെ ഒറ്റയ്ക്ക് ഞാൻ ചെല്ലാൻ ശ്രമിക്കും. അങ്ങനെ ഞാൻ ഒരു ദിവസം 3 എണ്ണം ചെല്ലും. കാരണം എനിക്ക് പൂർണ്ണ ദണ്ഡ വിമോചനം കിട്ടി എനിക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വളരെ ആഗ്രഹത്തോടെ ഭക്തിയായിട്ട് ജീവിച്ചു. അത് മാത്രമല്ല, എനിക്ക് ഈ കല്യാണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് ജീവിക്കണം അതൊന്നും എനിക്കൊരു താല്പര്യം. എനിക്ക് കന്യാസ്ത്രീ ആകാൻ പോകണം, കന്യാസ്ത്രീ ആയിപ്പോയി മഠത്തിൽ പോയി കന്യാസ്ത്രീ ആകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പൊ അതിൻ്റെതായ ഒരു രീതിയിലാണ് ഞാൻ ജീവിച്ചു വളർന്നു വന്നത്. എന്റെ അനിയനാണെങ്കിൽ ആങ്ങളെയാണെങ്കിൽ അവനെ വാട്ടർ ബോയ് ആയിട്ട് പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛന്റെ കൂടെ നിന്ന് സഹകരിക്കുക, അങ്ങനത്തെ ആയിരുന്നു. എന്റെ അപ്പച്ചനും അങ്ങനെ എല്ലാവരും പള്ളിയിൽ നല്ല ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. പിന്നെ ഞാൻ ലീജിയൻ ഓഫ് മേരി, സൊഡാലിറ്റി, പിന്നെ അതേപോലെ KCYM എന്ന് പറയുന്ന കത്തോലിക്കർക്കുള്ള യൂത്തിന്റെ എല്ലാത്തിലും ഞാൻ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. സൺഡേ സ്കൂളിൽ വേദോപദേശത്തിനൊക്കെ മുടങ്ങാതെ കടന്നു പോകും. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടും അങ്ങനെ ഞങ്ങൾ ജീവിച്ചു വരവേ ഞങ്ങളുടെ പള്ളിയിൽ, അതായത് ഈ കത്തോലിക്ക ചന്ദ്രൂരുള്ള ആ പള്ളിയിൽ ഒരു ഞായറാഴ്ചത്തെ കുർബാന കഴിയുമ്പോൾ ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥന അവിടെ തുടങ്ങണമെന്ന് പറയൊരു, അതായത് വൈപ്പിലുള്ള ഒരു ബ്രദർ സേവിയർ എന്ന് പറഞ്ഞ കർത്തേടം എന്ന് പറയും, ആ സ്ഥലത്ത് അവിടെ ഉള്ള ഒരു ബ്രദർ വന്നിട്ട് പ്രാർത്ഥന തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛന്റെ പെർമിഷനോട് കൂടി അവിടെ ഈ ബ്രദർ കരിസ്മാറ്റിക് പ്രാർത്ഥനയെ ആരംഭിച്ചു. അപ്പൊ ആരംഭിച്ചപ്പോ എന്റെ അമ്മച്ചിയാണ് ഭയങ്കര ഭക്തിയാണ്. അമ്മച്ചി പറഞ്ഞു, നമ്മളെല്ലാവരും ഈ കുർബാന കഴിഞ്ഞിട്ട് 1 മണിക്കൂറുള്ള ഈ പ്രാർത്ഥനയിലും കൂടി പങ്കെടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോയാൽ മതി. അപ്പൊ അന്ന് ഭക്ഷണമൊന്നും കഴിക്കില്ല, രാവിലെ ഈ കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോയി സൺഡേ സ്കൂളിലൊക്കെ കഴിഞ്ഞ് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. അങ്ങനെ പോയാൽ മതി. അപ്പൊ ഞങ്ങൾ ഓക്കെ പറഞ്ഞു, ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. അങ്ങനെ പ്രാർത്ഥന സംബന്ധിച്ച് ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ആ ബ്രദർ പറഞ്ഞു, നമുക്കിപ്പോ ഈ രാവിലെ എന്നുള്ള പ്രാർത്ഥന ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എല്ലാവരും വന്നിട്ട് തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ മണി 12 ആവും, അപ്പൊ എല്ലാവരും വിഷമൊക്കെ, അതുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ഞായറാഴ്ച വൈകുന്നേരം ആക്കിയാലോ എന്നൊരു തീരുമാനം വന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു ഓക്കെ, കുറച്ച് പേരേ ഉള്ളൂ, ശരി നമുക്ക് അങ്ങനെ ആക്കാമെന്ന് പറയും. അങ്ങനെ ഈ ഞായറാഴ്ച 5 മണിക്കാക്കി ഈ കരിസ്മാറ്റിക് പ്രയർ. 5 മണിക്ക് ആക്കിയപ്പോൾ
ഞങ്ങൾ പോകൂല, ഞങ്ങൾ പിള്ളേർ ആരും പോകില്ല. കാരണം ആ സമയത്ത് TV-യിൽ 5 മണിക്ക് സിനിമയുണ്ട്. അപ്പൊ ആ സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം. അപ്പൊ അതുകൊണ്ട് പോകില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ എന്റെ അമ്മച്ചി പറഞ്ഞു, TV-യിൽ 5 മണിക്കത്തെ സിനിമ നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പ്രയറിന് അപ്പൊ നമുക്കൊരു കാര്യം 3:30 ബ്രദറിനോട് പറഞ്ഞിട്ട് പ്രാർത്ഥന വെക്കാം. ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ട് മാത്രമേ നിങ്ങളെ ഞാൻ TV-യിൽ ഈ സിനിമ കാണാനായിട്ട് വിടുകയുള്ളൂ, അല്ലെങ്കിൽ വിടൂല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ സിനിമ കാണണം എന്നുള്ളതായ താല്പര്യം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ഈ കരിസ്മാറ്റിക് പ്രാർത്ഥന നടത്തി കുറച്ച് നാളങ്ങനെ കഴിഞ്ഞപ്പോൾ കരിസ്മാറ്റിക് പ്രാർത്ഥന ശരിയല്ല, ആ ഒരു രീതി ഒരു ശരിയല്ല എന്ന് കത്തോലിക്ക പള്ളിയിൽ അച്ഛന് തോന്നി. അച്ഛനും അതിന് മെയിൻ ആൾക്കാർക്ക് തോന്നിയപ്പോൾ അവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഈ പ്രാർത്ഥന പള്ളിയിൽ നിന്ന് മാറ്റി ഏതെങ്കിലും വീട്ടിലാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയുടെ അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ, താമസമൊന്നുമില്ല വീട്ടിൽ, ആ വീട്ടിലോട്ട് ഈ പ്രാർത്ഥന മാറി. അങ്ങനെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കി പറയാണ്. അങ്ങനെ പ്രാർത്ഥന അങ്ങോട്ട് മാറ്റിയപ്പോൾ ഞാനൊന്നും ആ വീട്ടിൽ പ്രാർത്ഥന വീട്ടിലുള്ള പ്രാർത്ഥനയ്ക്ക് ഏകദേശം എനിക്കൊരു SSLC ഒക്കെ കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞ ആ സമയമാണ്, ഒരു 10-17 വയസ്സുള്ള സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം. അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ അപ്പൊ അവിടുത്തെ ആ സേവർ ബ്രദർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യണം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരും മാതാവും ചേർന്ന് യേശുവിന്റെ അമ്മയും ചേർന്ന് സെഹിയോൻ മാളിക മുറിയിൽ ഒരു പ്രാർത്ഥന കൂട്ടായ്മ വെച്ചു. അതുപോലെ നമുക്കിവിടെ പ്രാർത്ഥന വെക്കണം. അപ്പൊ അതുകൊണ്ട് 21 ദിവസം നമുക്ക് ഉപവാസത്തോടെ, ഉപവാസം എന്ന് അറിഞ്ഞുകൂടാ, നോൻപെന്നൊക്കെയാണ് പറയുന്നത്, ഉപവാസത്തോടു കൂടി നമുക്ക് ഇരിക്കണം. അതിന് 12 ശിഷ്യന്മാരുടെ കൂടെ ഒരു മാതാവായിട്ടിരിക്കാൻ വേണ്ടി ഒരു സ്ത്രീയും കൂടി വേണമെന്ന് പറയും. അപ്പൊ കുറച്ചധികം പേര് ഈ ഒരു 10-45 വയസ്സ് പ്രായമുള്ളവരെല്ലാവരും കുറച്ച് പേരുടെ കൂടി വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരാൾ മതി മാതാവായിട്ടിരിക്കാനായിട്ട്. അതിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഇരിക്കുന്നവർ നമുക്ക് നറുക്കിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരുടെയും പേര് അവിടെ കൊടുത്തു. അന്നൊരു ഈസ്റ്റർ ദിവസമായിരുന്നു. അപ്പൊ ഞങ്ങൾ 3 പേരും, എന്റെ അപ്പച്ചന്റെ ചേട്ടന് 4 മക്കളാണ്, ഞങ്ങൾ 7, ഞങ്ങൾ എവിടെ പോയാലും വേറെ ആരായിട്ടും കൂട്ടുകൂടൂല. ഞങ്ങൾ ഈ അപ്പച്ചന്റെ ചേട്ടന്മാരുടെ മക്കളും പെങ്ങന്മാരുടെ മക്കളുമായിട്ട് മാത്രമേ കൂട്ടുകൂടി നടക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ 3, അവർ ഞങ്ങൾ ആ 7 പേരും ഞങ്ങളുടെ അടുത്ത് എഴുവില്ല എന്നുള്ള സ്ഥലത്തൊരു തിയേറ്ററിൽ ഞങ്ങൾ സിനിമ കാണാൻ പോയി. അപ്പൊ സിനിമയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ അന്നാണ് നറുക്കെടുക്കുന്നത്. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്, എന്റെ അമ്മച്ചിക്ക് നറുക്ക് വീണാൽ ഞങ്ങൾ എന്ത് ചെയ്യാമെന്ന് പഠിച്ചു. അപ്പൊ അന്ന് ഞാൻ ഹിന്ദി പ്രചാര സഭയിൽ, ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഹിന്ദി വിദ്വാന് വേണ്ടി എറണാകുളത്തെ ഒരു സ്ഥലത്ത് പഠിക്കാൻ പോകുന്ന സമയം. അപ്പോൾ പിന്നെ ഞങ്ങൾ സിനിമയും കഴിഞ്ഞ് മാറ്റിനി എന്നൊക്കെ പറയും, ആ സിനിമയും കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ 6 മണിയായി വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് എന്റെ അമ്മച്ചിക്കാണ് നറുക്ക് വീണത്. ഇനി 21 ദിവസം ഞങ്ങളുടെ കൂടെ അമ്മച്ചി ഉണ്ടാവില്ല, ആ മുറിയിൽ പോയി ഇനി പ്രാർത്ഥിക്കുകയാണ്, 21 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കൊക്കെ വളരെ പ്രയാസമായെന്ന് മാത്രമല്ല ദേഷ്യമായിരുന്നു. ഈ ബ്രദർ എന്തിനാണ് ഇവിടെ വന്നത്, ഞങ്ങളുടെ കുടുംബം കലക്കാനാണോ, ഞങ്ങളുടെ അമ്മച്ചി ഇത്ര ദിവസം കാണുന്നില്ല. അപ്പൊ ഞങ്ങൾ കാര്യമായിട്ട് വീട്ടു ജോലി, 10-17-18 വയസ്സായെങ്കിലും വീട്ടു ജോലി ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്യണത് മുഴുവൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ട് മിറ്റം തൂക്കുക, പാത്രങ്ങൾ കഴുകുക, തുണി കഴുകുക, ഇങ്ങനെയുള്ള പുറമേയുള്ള ജോലിയാണ് എന്റെ ജോലികളില്ല. അടുപ്പിന്റെ കയറേണ്ട ജോലിയൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും നന്നായിട്ട് ഗ്രാഹ്യമില്ല. അപ്പൊ അമ്മച്ചി പോകുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമമായി, പിന്നെ ദേഷ്യമായി. ഈ ഒരു പ്രാർത്ഥന നടത്തിയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും അതിനൊന്നും മാറ്റി വെക്കാതെ അപ്പച്ചൻ അനുവാദം കൊടുത്തു. അങ്ങനെ അമ്മച്ചി ഇവിടെ പോയി 21 ദിവസം ഇരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഒരുപാട് ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ്, ഞങ്ങൾക്ക് പോയി ദിവസവും കാണാവുന്നതേ ഉള്ളൂ, പക്ഷെ വീട്ടിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും അവിടെ 21 ദിവസം അങ്ങനെ എല്ലാ ദിവസവും പകൽ അവര് പ്രാർത്ഥിക്കും. വൈകുന്നേരം 6 മണിയാകുമ്പോൾ ആർക്കൊക്കെ അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടോ അവർക്ക് എല്ലാം അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ ഞാനല്ലേ മൂത്ത, എനിക്ക് 18 വയസ്സോളം ഉണ്ട്. അപ്പോഴും ഞാൻ പോകുന്നില്ല, എനിക്ക് അമ്മച്ചിനെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും പ്രാർത്ഥനയോടുള്ള വെറുപ്പ് കൊണ്ട് ഞാൻ പോകില്ല. എന്റെ അനിയത്തി ആങ്ങളെ ഒട്ടും പോകില്ല. അങ്ങനെ ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പോ അമ്മച്ചി പറഞ്ഞു, എനിക്ക് പിള്ളേരെ കാണാൻ കൊതിയാവണ്, നിങ്ങൾ ഒന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധത്താൽ ഞങ്ങള് 3 പേരും കൂടി അവിടെ അമ്മച്ചിയെ കാണാൻ പോയതാണ്. അവിടെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ആ ബ്രദർ പറഞ്ഞു, കുറച്ച് നേരം ഇവിടെ ഇരിക്കും. എനിക്ക് 18 വയസ്സുള്ള ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാരൊന്നുമില്ല, കുറച്ച് പിള്ളേര് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു ക്രൂശിത രൂപം പറഞ്ഞാൽ മനസ്സിലാവുക, അതായത് യേശുക്രിസ്തു ക്രൂശിൽ തറച്ച ഒരു രൂപം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ രൂപത്തെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ രൂപം കണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു കണ്ടു.
ഈ രൂപത്തിന്റെ ഈ ഷോൾഡറിന്റെ അവിടെയും മൂക്കിന്റെ അവിടെ തലയിലൊക്കെ ഇരിക്കുന്ന പൊടി കണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങളോട്. പറഞ്ഞു കണ്ടു. അപ്പൊ ചോദിച്ചു, നിങ്ങളുടെ ദേഹത്ത് പൊടി പറ്റിയാൽ നിങ്ങൾ പോയി കുളിക്കൂലേ? പിന്നെ അപ്പൊ കുളിക്കും, അപ്പൊ അഴുക്ക് പറ്റിയാൽ നമ്മൾ കുളിക്കും. പക്ഷെ ഇത് കണ്ടോ, ഈ നമ്മൾ ആരാധിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തുവിന്റെ രൂപമാണിത്. ഈ യേശുക്രിസ്തുവിന്റെ രൂപത്തിന്റെ എല്ലാ സ്ഥലത്തും നിറച്ച പൊടിയാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഈ രൂപം പോയി എഴുന്നേറ്റ് പോയി കുളിക്കുകയോ കഴുകുകയോ ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അത് ജീവനില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ജീവനില്ലാത്തതിനല്ലേ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് പെട്ടെന്നൊരു കൊള്ളിയാൻ മിന്നിയതുപോലെ എന്റെ ചിന്തയിലിട്ട് വന്ന്, ശരിയാണല്ലോ, അഴുക്ക് പറ്റിയ നമ്മൾ പോയി കുളിക്കും. പക്ഷെ നമ്മൾ ആരാധിക്കുന്ന ജീവനുള്ള ദൈവം എന്ന് പറയുന്ന ഈ ദൈവത്തിന് ദേഹം മൊത്തം അഴുക്കും ചെളിയും പറ്റിയിട്ട് പോയി കുളിക്കുകയോ ഒന്ന് കഴുകിക്കളയോ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ജീവനില്ലാത്ത ദൈവത്തെയാണല്ലോ നമ്മൾ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഒരു ചിന്തയിലോട്ട് വന്നു. അന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് എനിക്ക് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ ചിന്തിക്കുന്നത് മുഴുവനും ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞിട്ട്, ഇത് ജീവനില്ലല്ലോ, ഈ ജീവനുള്ള ഇല്ലാത്ത ദൈവത്തെയാണല്ലോ നമ്മൾ ആരാധിക്കുന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നിട്ട് പിറ്റേ ദിവസം എനിക്ക് എങ്ങനെയെങ്കിലും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പോകണമെന്നാണ്. പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ ആ പ്രാർത്ഥനയിൽ പോയിരുന്നു. ഇരുന്നപ്പോൾ അവിടത്തെ ആ ബ്രദർ ഓരോ കാര്യങ്ങൾ, അതായത് വിഗ്രഹാരാധന, ആദ്യമായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നത് വിഗ്രഹാരാധനയെ കുറിച്ചാണ്. വിഗ്രഹാരാധന എന്ന് പറഞ്ഞ കാര്യങ്ങൾ പുറപ്പാടി 20-ാം അധ്യായം 1-ാം വാക്യം കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ തുടങ്ങിയപ്പോൾ ഈ ലുദിയയുടെ ഹൃദയത്തെ ദൈവവചനം കേട്ടപ്പോൾ തുറന്നതുപോലെ എന്റെ ഹൃദയം വളരെയധികമായിട്ട് തുറന്നെന്ന് മാത്രമല്ല, വളരെ ആഗ്രഹം, വാഞ്ച ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ. കാരണം യേശു ആരെന്നോ എന്തിനെ ഭൂമിയിലേക്ക് വന്നെന്നോ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. യേശു ദൈവമാണെന്ന് പോലും എനിക്കറിയില്ല. എനിക്കറിയാവുന്നത് മാതാവ്, യേശുവിന്റെ അമ്മയായിരിക്കുന്ന മാതാവ്, ആ മാതാവാണ് ദൈവം. ആ മാതാവിനെ ഞാൻ ഭയങ്കര മാതാവിന്റെ ഭക്തയായിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞില്ലേ, ലീജിയൻ ഓഫ് മേരി, സൊളാലിറ്റി, ഇതിലെല്ലാം ഞാൻ അംഗമായിരുന്നു. കാരണം എന്റെ അപ്പച്ചന്റെ അമ്മ ഇതേപോലെ ഭയങ്കര ഭക്തയാണ്. ഞങ്ങളെ എല്ലാ സ്ഥലത്തും കൊണ്ടുവരും. അപ്പൊ അവിടെ ഇങ്ങനെ ഓരോ ആഴ്ചയിലും നമ്മൾ പോയിട്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യണം. ആ പ്രവർത്തനങ്ങൾ നമ്മൾ റിപ്പോർട്ട് എന്നും പറഞ്ഞ് എഴുതി വെക്കണം. അപ്പൊ അവിടുത്തെ സെക്രട്ടറി ചോദിക്കും, ഇന്ന് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് ചോദിക്കുമ്പോ ഈ അപ്പച്ചന്റെ അമ്മ പറയും, ഞാൻ ഇന്ന് കഴിഞ്ഞ ബുധനാഴ്ച ഇങ്ങനെ ഹോസ്പിറ്റലിൽ സന്ദർശിച്ചു. അപ്പൊ ഇത്ര രോഗികൾ, അവർ എണ്ണിയെടുക്കും, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എണ്ണിയിട്ട് പറയും, ഇത്ര രോഗികൾ അവിടെ ഉണ്ടായിരുന്നു, ആ രോഗികളെ ഇപ്പൊ ഞങ്ങൾ സന്ദർശിച്ചു. മാത്രമല്ല ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഈ കാലിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് രക്തവാദം എന്ന് പറയും, ആ വാദപ്പൊട്ടലൊക്കെ വന്ന ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിയുടെ കാല് ഞങ്ങൾ പോയി കഴുകി ഡ്രസ്സ് ചെയ്തു എന്ന്. അപ്പൊ എന്റെ പേരക്കുട്ടി ആയിരിക്കുന്ന ഇന്ന ആളെയുമായിട്ടാണ് ഞങ്ങൾ പോയെന്നൊക്കെ പറയും. അപ്പൊ ഇതൊന്നും ഒരു പുണ്യപ്രവൃത്തിയാണെന്നോ ഇതെല്ലാം ഈ റിപ്പോർട്ട് ബുക്കിൽ എഴുതി വെക്കേണ്ട കാര്യമാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഈ ലീജിയൻ ഓഫ് മേരി എന്ന് പറയുന്ന ആ സംഘടനയിൽ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അങ്ങനെ എനിക്ക് ഭയങ്കര ഉത്സാഹത്തോടെ ഞാൻ അമ്മയുടെ കൂടെ പോകില്ല. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കത്തോലിക്കനാണെങ്കിലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പുണ്യപ്രവർത്തികൾ പോയി ചെയ്യും. അപ്പൊ ഈ കാല് ഇത് പൊട്ടി പഴുപ്പും വെള്ളമൊക്കെ ഒലിക്കുന്ന കാല് പോയി ഈ എന്റെ അപ്പച്ചന്റെ അമ്മൂമ്മ പോയി കഴുകി തുടച്ച് മരുന്നൊക്കെ വെച്ച് കെട്ടും. അതിനെ കാണിക്കാൻ വേണ്ടി നിങ്ങളും ഇതേപോലെ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങളെയും കൂടെ കൊണ്ടുപോയി കൊച്ചു പിള്ളേരെ അങ്ങനെ ഞങ്ങൾ കണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പൊ എന്റെ ചിന്ത മുഴുവനും മാതാവാണ് ദൈവം, ആ മാതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന രീതിയിൽ ഭയങ്കര മാതാവിന്റെ ഭക്തിയായിട്ടാണ് ഞാനും ജീവിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം പിന്നെ യേശു ക്രിസ്തുവിന്റെ അമ്മ മറിയ, അതിനോടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ യേശുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. യേശുവാണ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നതും ജീവനെ നൽകിയതെന്നൊക്കെ ഈ ബ്രദർ ദൈവവചനം എടുത്ത്, അതായത് വേറെ ഒരു ബൈബിളും അല്ല, ഈ കത്തോലിക്ക POC ബൈബിൾ തന്നെ എടുത്ത് ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഹിന്ദി വിദ്വാന് വേണ്ടി എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആവും ബസ് കിട്ടി വീട്ടിലെത്താനായിട്ട്. അപ്പൊ അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഒന്നും എന്തെങ്കിലുമൊക്കെ കഴിച്ചെന്ന് വരുത്തിയിട്ട് ഓടി പ്രാർത്ഥനക്ക് പോയി ഇത് കേൾക്കാൻ വേണ്ടി, വചനം കേൾക്കാൻ വേണ്ടി. അങ്ങനെ വചനം കേട്ട് ഞങ്ങൾക്ക് ഒരുമാതിരി ഒരു 10% മനസ്സിലായി വിഗ്രഹാരാധന തെറ്റാണ്, ഇതുവരെ നമ്മൾ ആരാധിച്ചുകൊണ്ടതെല്ലാം തെറ്റാണെന്ന് നമുക്കൊരു ബോധ്യം വന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ബ്രദർ തന്നെ പറഞ്ഞു, ഇങ്ങനെ തോപ്പും വഴിയിൽ കഴുത്തുമുട്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു അച്ഛനുണ്ട്. ആ അച്ഛനെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയ അച്ഛനാണ്. അച്ഛന്റെ പേര് മാത്യു തിരുമല എന്നാണ്. അവിടെ പോയി നമുക്ക് ധ്യാനം കൂടാം, ഒരാഴ്ചത്തെ ധ്യാനമുണ്ട്. ഈ ധ്യാനം കൂടി കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നു. അങ്ങനെ
ഞാൻ ആദ്യമേ എന്റെ അമ്മച്ചി പോയി, പിന്നെ അപ്പച്ചൻ പോയി. അത് കഴിഞ്ഞപ്പോ എന്നെ പറഞ്ഞ് ഞാൻ പോയി. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് ആൾക്കാരോട് കൂടും. ഒരു 10-20-200 പേരെങ്കിലും ഓരോ ആഴ്ചയിലും അവിടെ ഇങ്ങനെ ധ്യാനത്തിന് വേണ്ടി കൂടും. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ പോയി. ഞാൻ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഓരോരോ ദിവസം നമുക്ക് ക്ലാസ് കേൾക്കുമ്പോൾ 3 ദിവസം നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണം നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നതെല്ലാം തെറ്റാണെന്ന് അവിടെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അത് അംഗീകരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും 4-ാമത്തെ ദിവസം ആകുമ്പോൾ നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ജീവിതത്തിലേക്ക് ആകെ ഒരു മാറ്റം വരികയാണ്. ദൈവവചനം കേട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങാൻ തുടങ്ങും ദൈവവചനം. അപ്പൊ എനിക്ക് അവിടെ നിന്നപ്പോ മനസ്സിലായി, ഞാൻ തികച്ചും ഒരു പാപിയാണ്. ഇത്രയും ദിവസം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം പാപം. ഞാൻ ഓർത്തിരുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്യൂല, അമ്മയപ്പന്മാരെ അനുസരിക്കാതിരുന്നിട്ടില്ല, എല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്തെന്നാണ് വിചാരം. പക്ഷെ എനിക്ക് അവിടെ വെച്ച് ദൈവത്തിനെ കേട്ടപ്പോഴാണ് മനസ്സിലായത്, ഞാൻ പാപിയാണ്. എന്റെ ചിന്തകൾ പോലെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഞാൻ പോലെ കാര്യമാണല്ലോ, ഞാൻ പാപമാണ്, പാപത്തിൻ്റെതായ അടിമത്തിനായി ജീവിക്കുന്നത് എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെ വെച്ച് എന്റെ പാപങ്ങളെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞു. എന്റെ ഓർമ്മയിൽ വെച്ച നാളെ മുതൽ വന്ന പാപങ്ങളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞിട്ട് അവിടെ വെച്ച് ഞാൻ യേശുവിനെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിച്ചു. ഞാൻ ഈ ധ്യാനം കഴിഞ്ഞ് ഞായറാഴ്ച ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരികയും വന്നു കഴിഞ്ഞ്, അപ്പൊ അന്നേരം എന്റെ ആങ്ങളെന്റെ ഇളയതാണെങ്കിൽ അവനൊന്നും ധ്യാനം കൂടിയിട്ടില്ല. അവൻ ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ അപ്പച്ചന്റെ ചേട്ടൻ പറഞ്ഞു, എന്റെ ആങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, രൂപക്കൂട് ഉണ്ടാക്കണം. രൂപക്കൂട് ഉണ്ടാക്കിയിട്ട് നിന്റെ അമ്മേനെയും പെങ്ങളെയൊക്കെ നിനക്ക് അതിനകത്ത് ഇരുത്തണം. നമുക്ക് അവർ പുണ്യവതികളായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ. അവരെ കളിയാക്കുമ്പോൾ അവന് മാനസികമായിട്ട് അവന് വളരെ വിഷമം. അവൻ വീട്ടിൽ വന്നിട്ട് ഞങ്ങളോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്. എന്താണെന്ന് തുറന്നു പറയുന്നത്, ഭയങ്കര ദേഷ്യം. അങ്ങനെ ഇരിക്കെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അപ്പച്ചനും ധ്യാനം, ഞങ്ങൾ എല്ലാവരും ധ്യാനം കൂടി. ഞങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ 1 മാസത്തെ ഒരിക്കലേ ഉള്ളൂ ഞങ്ങൾ ഈ തിരുമലച്ചന്റെ അവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയി തിരിച്ചു വന്നപ്പോൾ പള്ളിയിൽ ഞങ്ങൾ പിന്നെ വെള്ള ദിവസങ്ങളിൽ ഈ കത്തോലിക്ക പള്ളിയിൽ ഞങ്ങൾ കുർബാനയ്ക്ക് പോകും. അങ്ങനെ കുർബാനയ്ക്ക് എന്ന് പോയപ്പോൾ ഒരു ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇവിടെ നിന്നും രഹസ്യമായിട്ട് കുറച്ചു പേര് നമ്മുടെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയ മാത്യു തിരുമല അച്ഛന്റെ അവിടെ ധ്യാനം കൂടാൻ പോകുന്നുണ്ട്. ആ അച്ഛനെ പള്ളി വിലക്കിയതാണ്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ പള്ളി വിലക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല. പോയാൽ നിങ്ങളെ ഈ പള്ളി കയറ്റൂല എന്ന് പറയും. നിങ്ങളെ മഹറം ചെല്ലൂ എന്ന് പറയും. അത് കേട്ടോ. പക്ഷെ ഇതെല്ലാം എന്നിട്ട് പറയുക വേറെ ആരുമല്ല. അപ്പൊ എന്റെ അപ്പച്ചൻ പള്ളിയിലെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വലിയ ആളാണ്. അപ്പൊ പറഞ്ഞ് ഇത് പീറ്ററും ഏട്ടനും ഫാമിലിയുമാണ് ഇങ്ങനെ പോണത് എന്ന് പറഞ്ഞു. അവരെ കൂടാതെ വേറെ 2 ഫാമിലിയും കൂടി പോകണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസം. കാരണം ഇത്രയും ആൾക്കാരുടെ മധ്യത്തിൽ ഇരുന്നാണ് ഞങ്ങളെ കൊച്ചാക്കിയത്. ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലായിരുന്നത് കൊച്ചാക്കി. അപ്പൊ അതുകൊണ്ട് അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനി ഞാൻ ഈ പള്ളിയിലേക്ക് വരൂല. ഇത്രയും ഇവര് പറഞ്ഞ സ്ഥിതി നമ്മൾ ആകെ ഒരു പ്രാവശ്യം പോയുള്ളു. പക്ഷെ നമ്മളെ ഇവിടെ നിന്ന് നമ്മളെ പുറത്താക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ പള്ളിയിലേക്ക് വരൂല. ഇനി പോകണമെങ്കിൽ ഞങ്ങൾ മാറ്റി തീരുമാനിച്ചിട്ട് പള്ളിയിലേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് തീരുമാനമെടുത്ത് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്റെ അപ്പച്ചൻ അവിടെ മരണ വിവാഹ ഫണ്ടിന്റെ പൈസയൊക്കെ പിരിച്ച് അതിലേക്ക് സൈൻ ചെയ്ത് കൊടുക്കാൻ എന്റെ അപ്പച്ചനായിരുന്നു. അപ്പൊ അപ്പച്ചൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് അപ്പൊ ഞാൻ കുറെ മാറി അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ ഉടനെ ഒരാളെ ചോദിച്ചു, പള്ളിയിലുള്ള ആളും ചോദിച്ചു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? പിന്നെ നിന്റെ അപ്പച്ചൻ അവിടെ എല്ലാവരും കൂടി വഴക്കുണ്ടാക്കി നിന്റെ അപ്പച്ചന്റെ കയ്യിൽ നിന്ന് പിന്നെ മരണ വിവാഹ ഫണ്ടിന്റെ രജിസ്റ്ററൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ്. നീ എന്നിട്ട് ഇവിടെ മിണ്ട, നീ അതിന്റെ കൂട്ടത്തിൽ ഒരാളല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ യേശുവിനോട് പത്രോസിനോട് ചോദിച്ചതുപോലെ എന്റെ അടുത്ത് ചോദിച്ചു. എന്നിട്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പച്ചനെ എല്ലാവരും കൂടി പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പറഞ്ഞു, ഇനി മരണ ഫണ്ടിന്റെ വിവാഹ ഫണ്ടിന്റെ ഒന്നും പൈസ വാങ്ങിക്കണ്ട, അതിന്റെ സൈൻ ചെയ്യാൻ വേണ്ട, അവരുടേതായ ഒന്നും നീ ചെയ്യേണ്ട കാര്യമില്ല, നീ ഇനി ഫോണെടുത്തോട്ട് പോയിക്കോന്ന് പറഞ്ഞ് അപ്പച്ചനെ പറഞ്ഞു വിട്ടു. പക്ഷെ അപ്പച്ചൻ എന്ന് പറയുന്നത് ഈ ചന്ദ്രൂർ ദേശത്ത് ഒരു ഒറ്റയാനെന്നാണ് അറിയപ്പെടുന്നത്. കാരണം അത്രമാത്രം ഇന്നത്തെ കാര്യം അവർക്ക് സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരെയും കൂസാത്തൊരു സ്വഭാവമാണ്. ഒറ്റയാനായിട്ട് നിൽക്കുന്നത്, ഭാര്യയും മക്കളുടെ ഒറ്റയാനായിട്ട് നിൽക്കുന്നത്. ആരെ ഒന്ന് പറഞ്ഞ 2ന്റെ കഴുത്ത് തിരിച്ചു പറയുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പച്ചന്റെ സ്വഭാവം. പക്ഷെ അന്ന് ഇവരെല്ലാം പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടും അപ്പച്ചൻ ഒന്നും ഇല്ലാതെ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോ പിറ്റേ ആഴ്ച ഞങ്ങൾ എല്ലാവരും കൂടി ഈ പള്ളിയിൽ പോകാതെ തിരുമലച്ചന്റെ പള്ളിയിൽ അവിടെ പോകാൻ വേണ്ടി തീരുമാനമെടുത്ത് ഞങ്ങൾ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് ഈ വിൻസെന്റ് പോൾ സൊസൈറ്റി എന്ന് പറയും, കത്തോലിക്ക പള്ളിയിലുള്ള ഒരു സംഘടനയാണ്. അവര് കുറച്ച് സഹോദരന്മാരും കൂടി അങ്കിൾമാരെയാണ് വീട്ടിൽ വന്നേക്കാണ്, നിങ്ങൾ എവിടെ പോകാൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങെടുത്ത് പോകാൻ.
അപ്പൊ എന്താ അങ്ങനെ പോകാൻ കാര്യം? ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ നിങ്ങൾ ഇനി പള്ളി അവിടെ പോകരുത് ഇവിടെ വന്നു. ഇല്ല. അപ്പൊ ഞാനവിടെ പറഞ്ഞത് ഇല്ല, ഞങ്ങൾ ഇനി അങ്ങോട്ട് വരില്ല, ഇത്രയും സമൂഹത്തിന്റെ മധ്യച്ച് ഞങ്ങൾ നാണം കെടുത്തിയത് കൊണ്ട് ഞങ്ങൾ ഇനി ആ പള്ളി വരില്ല, ഇനി ഞങ്ങൾ പള്ളിയിൽ പോകണമെങ്കിൽ ഞങ്ങൾ മാത്യു തിരുമേനച്ഛന്റെ അടുത്തേക്ക് പോകുള്ളൂ. ഒരു വാശിയുടെ പേരിലാണ് ഞങ്ങൾ അന്ന് പോയത്. സത്യത്തിൽ ഒന്ന് മനസ്സിലാക്കിയിട്ടത് ഒരു വാശിക്ക് വേണ്ടി പോയതാണ്. അങ്ങനെ പോയാണ് പിന്നീട് പോയി അവിടെ ധ്യാനം കൂടി അങ്ങനെ ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അപ്പൊ ഈ ചന്ദ്രൂർ ദേശത്ത് പെന്തിക്കോസ്തുകാർ എന്ന് പറയുന്ന ഒരു സംഭവം പോലും ഇവിടെ കേട്ടിട്ടുമില്ല, ഞങ്ങൾക്ക് അറിയാനും പാടില്ല. ആദ്യമായിട്ട് ഈ രക്ഷയുടെ ഭാഗത്ത് വന്ന്, രക്ഷ എന്ന് പറയാനും അറിഞ്ഞുകൂടാന്ന് വന്നത് എന്റെ കുടുംബമായിരുന്നു. വേറെ ഒരു അടുത്ത സ്റ്റോപ്പില് ഒരു കുടുംബം ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കും, പക്ഷെ അവർ വഴിയിലൊന്നും വരാറില്ല. അവർക്കെതിരെ ഭയങ്കരമായിട്ടും എതിരെ പ്രവർത്തിച്ചുള്ള ആൾക്കാരുമായിരുന്നു. ഇപ്പൊ ഈ ദൈവമില്ലാത്ത വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അന്തിക്രിസ്തുവിന്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ അവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ട് വാക്കുകൊണ്ടൊക്കെ. അപ്പൊ അവരിക്കൊന്നും ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കും പിന്നീട് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വരാൻ കാര്യം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ തിരുമലച്ചനെടുത്ത് പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ദൈവവചനം വായിക്കാൻ തുടങ്ങി. പക്ഷെ വായിക്കുന്നത് POC ബൈബിളാണ്, എങ്കിലും വായിക്കാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് മനസ്സിലായി രക്ഷിക്കപ്പെട്ടവര് സ്നാനപ്പെടണമെന്ന് മനസ്സിലായി. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഏകദേശം എല്ലാ മാസം ഞങ്ങൾക്ക് ഒരു ചർച്ചുണ്ട്, അവിടെ ചർച്ച. അപ്പൊ എന്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ഷെഡ് പോലെ കെട്ടിയിട്ട് അവിടെ ഞങ്ങൾ പ്രാർത്ഥനയെ ആരംഭിച്ചു. കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പൊ പ്രാർത്ഥിക്കാൻ, അപ്പൊ എന്റെ അപ്പച്ചൻ പോയി, ഞാൻ പറഞ്ഞില്ല അടുത്ത ഒരു സ്റ്റോപ്പില് ഒരു പാർട്ടിക്കാർ ഇതേപോലെ രക്ഷിക്കപ്പെട്ടവര് തിരുമലച്ചനടുത്ത് പോണവരുണ്ട്. അപ്പൊ അവരെ പോയി അപ്പച്ചൻ കണ്ടിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇനി കത്തോലിക്ക പള്ളി പോകില്ല, നമുക്കെല്ലാവരും കൂടി ഇവിടെ ഒരു പ്രാർത്ഥന തുടങ്ങാന്ന് പറഞ്ഞ് അവിടുത്തെ ദൈവദാസനെ കൂടി വിളിച്ചുകൊണ്ട് വന്ന്, ആരും പെന്തിക്കോസ്ത് അനുഭവത്തിലല്ല കൊണ്ടുവന്ന് ഞങ്ങളുടെ ഇവിടെ ഒരു പ്രാർത്ഥന തുടങ്ങി. വൈകുന്നേരമാണ് തുടങ്ങിയത്. എന്റെ വീട്ടിൽ ഒരു അടുത്തൊരു ഷെഡ് കെട്ടി പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞപ്പോ അപ്പൊ ഞങ്ങൾ ഇതേപോലെ ഈ സേവിയർ ബ്രദർ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ അടുത്ത് പോയി കരിസ്മാറ്റിക് ധ്യാനം കൂടി കൊണ്ടിരുന്ന ഏകദേശം ഒരു 10-20-25ഓളം പേര് വരും. ഇവരെല്ലാവരും കൂടി ഞങ്ങൾ ഇവിടെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഇവിടെ പ്രാർത്ഥന തുടങ്ങിയെന്ന് കേട്ടിട്ട് ഈ തിരുമലച്ചന്റെ അടുത്ത് പോയിക്കൊണ്ടിരുന്ന ഒരുപാട് പേര് പരിസരം ഞങ്ങൾക്കെന്ന് പറഞ്ഞുകൂടാ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു കൂട്ടായ്മ അവിടെ ആരംഭിച്ചു. അങ്ങനെ ഈ പറഞ്ഞ തങ്കച്ചൻ ബ്രദർ എന്ന് പറയും പുള്ളിക്കാരനാണ് ഞങ്ങളുടെ കൂട്ടായ്മ ലീഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്, ചെറുപ്പക്കാരനായിരുന്നു. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ തങ്കച്ചൻ ബ്രദർ ഒരു ദിവസം ഞങ്ങൾ പറഞ്ഞു, തങ്കച്ചൻ ബ്രദറെ നമ്മുടെ ഈ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ബൈബിളില് പിന്നെ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്നാനപ്പെടണമെന്നുണ്ടല്ലോ. ഞങ്ങൾ രഹസ്യമായിട്ട് ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ തന്നെ 4 പെൺപിള്ളേര്, ഞാൻ ഏറ്റവും മൂത്തത്, എന്റെ താഴെയാണ് ഓരോ വയസ്സ് 2 വയസ്സിനായുള്ള നമ്മൾ 4 പെൺപിള്ളേരുണ്ട്. ഇവരാണ് കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയും ചെയ്യുന്നവര്. ഞങ്ങൾ പറഞ്ഞു നമുക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോ ഈ പുള്ളിക്കാരൻ രഹസ്യമായിട്ട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാണ്, നിങ്ങൾക്കും ഞാൻ വേണമെങ്കിൽ സ്നാനം തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ കൂട്ടായ്മയിൽ ആരും അറിയാൻ പാടില്ല, അതിനെല്ലാവരും മാറിപ്പോകും. കാരണം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ തിരുമലച്ചൻ എന്ന് പറയുന്ന ആ അച്ഛൻ ആരാധന തെറ്റാണ് പഠിപ്പിച്ചെങ്കിലും സ്നാനപ്പെടാൻ പാടില്ല, നിങ്ങൾ ആരും പെന്തിക്കോസ്തുകാരുടെ പാസ്റ്റർമാരുടെ ബെസ്റ്റ് പോയി വീഴാൻ പാടില്ല എന്നാണ് പറഞ്ഞു വിടുന്നത്, അതുകൊണ്ട് നിങ്ങൾ രഹസ്യമായിട്ട് ആയിരിക്കണമെന്ന് പറഞ്ഞപ്പോ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം ഒരു തീരുമാനമെടുത്തിട്ട് ഒരു തിങ്കളാഴ്ച ദിവസം ഞങ്ങൾ വേറെ സഭയിൽ ആരെയും അറിയിച്ചിട്ടില്ല, ഞങ്ങൾ 4 പെൺപിള്ളേരും എന്റെ മാതാപിതാക്കളും ഞങ്ങൾ ഈ 4 പെൺപിള്ളേരുടെ മാതാപിതാക്കളെ കൂടി ചേർന്ന് ഒരു 10-25 പേരുണ്ടാവും. അന്ന് ഞങ്ങളുടെ സഭയിൽ ഏകദേശം ഒരു 100 പേരെങ്കിലും ഞങ്ങൾ ആരാധിച്ചുകൊണ്ട് വരികയാണ്. ഈ ആരാധനയുണ്ട്. അങ്ങനെ 25 പേരും കൂടി തീരുമാനമെടുത്തിട്ട് ഞങ്ങൾ രാവിലെ മുതൽ ഉച്ച വരെ ഉപവാസം എടുത്തു. ഉപവാസം ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് ഉപവാസം എടുത്തിട്ട് ഞങ്ങൾ സ്നാനപ്പെടാനായിട്ട് ഞങ്ങൾ പോകുന്നത് ആലുവ മണപ്പുറം എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും. ആലുവ മണപ്പുറത്ത് ഞങ്ങൾ സ്നാനപ്പെടാൻ പോയി. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ഞങ്ങളുടെ ഈ കൂട്ടായ്മ വന്നുകൊണ്ടിരുന്ന ആരും അറിയാൻ പാടില്ല ഞങ്ങൾ സ്നാനപ്പെടുന്ന കാര്യം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോയില്ല, പലരും ഓരോ സെക്ഷനായിട്ട് ഞങ്ങൾ ഓരോ കവറും കുട്ടിക്കും ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ. അപ്പൊ ഞാൻ വണ്ടിയൊന്നും വിളിച്ചില്ല, കാരണം എല്ലാവരും അറിയുമല്ലോ, അതുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ ബസ് കയറി നമുക്ക് പോകാം, പക്ഷെ എല്ലാവരും ബസ് സ്റ്റോപ്പിൽ ഒരുമിച്ച് വരണം. പല രീതിയിൽ ഗ്യാങ് ആയിട്ട് വന്നാൽ ഞങ്ങള് സ്നാനപ്പെടാൻ വേണ്ടി എല്ലാവരും ഓരോ ഡ്രസ് കവറും കുട്ടിക്കൊണ്ട് ഞങ്ങളെ പോയപ്പോൾ ഞങ്ങളുടെ ചർച്ചില് വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരൻ അന്ന് ജോലിയില്ലാതെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങള് കുറച്ചു പേര് ഓരോ കവറും തൂക്കിപ്പോടും. ഞങ്ങൾ ഇവിടെ പോകണം, അത് ഞങ്ങൾ കള്ളം പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോകണം ഞങ്ങൾ പറഞ്ഞു.
അപ്പൊ ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ കുറെ വീണ്ടും കുറച്ച് ആൾക്കാർ കവർ തൂക്കി കൊണ്ടുവരും. അപ്പൊ അവരോട് ചോദിച്ചു അവിടെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോകണം. പക്ഷെ ഈ പയ്യന് മനസ്സിലായി എന്തോ ഒരു സംതിങ് എന്തോ ഉണ്ടെന്ന് ഈ പയ്യൻ പോയി വീട്ടിൽ ചെന്ന് വെച്ച് പറഞ്ഞ് അവരെല്ലാവരും കൂടി കവറും തൂക്കിക്കൊണ്ട് ബസ് കയറി പോയത് ഞാൻ കണ്ട് വടക്കോട്ടാണ് പോയത്, എന്തിനാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ മാതാപിതാക്കൾക്ക് മനസ്സിലായി ഞങ്ങൾ സ്നാനപ്പെടാൻ പോയതാണ്. ഉടനെ ഇവരെങ്ങനെ അറിഞ്ഞെന്ന് അറിയില്ല, ഇവരെല്ലാവർക്കും ന്യൂസ് കൊടുത്തു. ഞങ്ങള് ഇവിടെ വന്ന് ഞങ്ങൾ അങ്ങനെ ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തിയുടെ അന്നാണ് ഞങ്ങൾ 4 പേരും എന്റെ മാതാപിതാക്കൾ ഞങ്ങൾ ജലത്തിലെ യേശുക്രിസ്തുവിനെ സാക്ഷീകരിച്ചത്. 3:30 മണിയായപ്പോഴും ഞങ്ങൾ സ്നാനപ്പെട്ടു. അപ്പൊ ഞങ്ങളവിടെ സ്നാനപ്പെട്ട് വെള്ളത്തിൽ കയറുമ്പോൾ പിന്നെ മുസ്ലിം പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് കറക്റ്റായിട്ട് സമയം അറിയാവുന്നത്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷമായി സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ വീട്ടിൽ വന്നു. ആ തങ്കച്ചൻ തന്ന പുള്ളിക്കാരൻ കർത്തൃമേശ രഹസ്യമായിട്ട് ഞങ്ങൾക്ക് നടത്തി. അങ്ങനെ ഞങ്ങള് പിന്നെ സ്നാനപ്പെട്ട് സ്നാനപ്പെട്ടത് തിങ്കളാഴ്ചയാണ്. ഇനി ഞായറാഴ്ചയാണ് ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ ഞായറാഴ്ച വന്ന് ഞങ്ങൾ ആരാധനക്ക് വന്നിരുന്നിട്ട് ആരും ആരാധനയ്ക്ക് വരുന്നില്ല. ഞങ്ങൾ കുറെ സ്നാനപ്പെട്ട ഈ 10-25 പേര് മാത്രമേ, മാറ്റി ആരും വന്നിരുന്നില്ല. ഞങ്ങൾ നോക്കിയിരുന്നപ്പോൾ ആരുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ സ്നാനപ്പെട്ടത് ഈ കൂട്ടായ്മയിൽ എല്ലാവരും അറിഞ്ഞുവെന്നും അവരെല്ലാവരും ഈ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോയെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. ആദ്യം ഞങ്ങൾക്ക് വിഷമം ഉണ്ടായെങ്കിലും ഞങ്ങൾക്ക് പിന്നെ വിഷമം ഉണ്ടായി. കാരണം ഞങ്ങൾ കർത്താവിന്റെ താല്പര്യമാകുന്ന സ്നാനമല്ലേ സ്വീകരിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമം. ഞങ്ങൾ പിന്നീട് 25 പേരായിട്ട് ഞങ്ങൾ കൂടി. അപ്പൊ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, ഈ മാത്യു തിരുമലച്ചന്റെ അടുത്ത് പോകുന്ന ആ പതിവ് ഞങ്ങൾ നിർത്തി. ഞങ്ങൾ ഞായറാഴ്ച 10 മണിക്ക് എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയ പ്രാർത്ഥനാലയം പോലെ ഞങ്ങൾ ഷീറ്റൊക്കെ ഇട്ട് കെട്ടി, ഒരു ഹോള് പോലെ കെട്ടി ഞങ്ങൾ അവിടെ ആരാധന തുടങ്ങി. അപ്പോൾ അപ്പച്ചൻ എന്ത് ചെയ്തു, അപ്പച്ചൻ പറഞ്ഞു സാരിയിലെ അപ്പൊ ഞങ്ങൾക്ക് 25 സെന്റ് സ്ഥലമുണ്ട്. ആ സെന്റിന് 3 സെന്റ് സ്ഥലം ഞാൻ പള്ളിക്ക് വേണ്ടി തന്നേക്കാം, അവിടെ ഒരു ആലയം പോലെ കെട്ടിയിട്ട് നമുക്ക് ഇവിടെ ആരാധന തുടങ്ങാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഷെഡ് കെട്ടി ഞങ്ങൾ ഞായറാഴ്ചത്തെ ആരാധന തുടങ്ങി. അങ്ങനെ ആരാധന തുടങ്ങി കുറച്ച് പേരായിട്ട് അങ്ങനെ 19 അതിൽ കൂടി ഏകദേശം നല്ല പല ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. ഞങ്ങൾ സ്നാനപ്പെട്ട്, പക്ഷെ ആഭരണം ഒന്നും ഞങ്ങൾ വീട്ടിലായിരുന്നു, അഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു. നന്നായിട്ട് ആരാധിക്കും, പക്ഷെ അഭിഷേകത്തിന് ഞങ്ങൾ എതിരായി. ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ഒരു പെന്തിക്കോസ്തുകാരനെ യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ നന്നായിട്ട് ഞങ്ങൾക്ക് ട്രിപ്പിളുണ്ട്, തബലയുണ്ട്, എല്ലാ ഹാർമോണിയുണ്ട്, എല്ലാ സാധനമുണ്ട്. പക്ഷെ നന്നായിട്ട് ആരാധിക്കുന്നുണ്ടെങ്കിലും അന്യഭാഷയില്ല, അഭിഷേകവും ഇല്ല. അങ്ങനത്തെ ഒരു പാട്ട് പാടിയത് ആരാധന. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ എല്ലാ മാസവും ഉപവാസ പ്രാർത്ഥന വെക്കും. ഉപവാസ പ്രാർത്ഥന വെക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപവാസം വെച്ചോണ്ടിരുന്നത്. അങ്ങനെ വെച്ചിട്ട് 3 ദിവസം വെക്കും, 5 ദിവസം വെക്കും, 7 ദിവസം വെക്കും. ഇതിലൊക്കെ വെച്ചിട്ടും ഞങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നില്ല. കാരണം ഞങ്ങൾ ഒരുപാട് പരിശുദ്ധാത്മാവിനെ കുറ്റം പറഞ്ഞ് നിന്ദിച്ചവരാണ്. ഈ അന്യഭാഷയിൽ ആരാധിക്കുന്നവർക്ക് നിന്ദിച്ചവരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിഷേകം കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇതേപോലെ ഉപവാസ പ്രാർത്ഥന, പിന്നെ 5 ദിവസവും ഉപവാസ പ്രാർത്ഥന. അപ്പൊ ഞാനൊന്ന് പഠിച്ചോണ്ടിരിക്കും. അപ്പൊ ഉപവാസ പ്രാർത്ഥന പറഞ്ഞാൽ ഭയങ്കര തീഷ്ണം ഉപവാസത്തോട് കൂടി ഭക്ഷണം രാത്രിത്തെ ഒന്നും കഴിക്കുക. 5 ദിവസം ഞങ്ങള് ഫുള്ള് ഉപവാസമാണ്. പക്ഷെ ഉപവാസമാണെങ്കിൽ എനിക്ക് പരീക്ഷയുടെ സമയത്ത് ഞാൻ ഈ ഉപവാസത്തോടു കൂടി തന്നെ അമ്പലമുകളിൽ വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. സെന്റർ അവിടെയാണ്. അവിടെ പോയി പരീക്ഷ എഴുതും, തിരിച്ചു വരും. ഒരു ദിവസം ഇതേപോലെ ശനിയാഴ്ച വൈകുന്നേരം പരീക്ഷയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വയറ്റിലെ വന്ന് ബസ്സാമിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് പിന്നെ ഓർമ്മയൊന്നുമില്ല. കാരണം ഈ 7 ദിവസത്തെ ഉപവാസം എന്താണ് ഈ പരീക്ഷയ്ക്ക് പോയത്. എങ്ങനെ വീട്ടിൽ ബസ്സിൽ കയറി ബസ് സ്റ്റോപ്പിൽ എത്തിയെന്ന് എനിക്കറിയില്ല. എങ്ങനെയോ ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ പിന്നെ ബോധം കെട്ട് വീഴുകയും ചെന്നിട്ട് എല്ലാവരും കൂടി വന്ന് കാലൊക്കെ ഭയങ്കരമായിട്ട് തണുത്തൊക്കെ പോയി, ദേഹം മൊത്തം ഭക്ഷണം. അവൻ ദൈവം എന്നിട്ട് ഞാൻ ഉപവാസം നിർത്തിയില്ല. കഞ്ഞിവെള്ളം കൊണ്ടുപോയി ഞാൻ കുടിച്ചില്ല. ഇല്ല, ഞാൻ ഞായറാഴ്ച വരെ അഭിഷേകം പ്രാപിക്കണം, അതിന് താല്പര്യത്തോടെ അങ്ങനെ ഇരുന്ന് രാത്രി ആയപ്പോൾ അപ്പൊ ഞങ്ങൾ ഈ 4 പേർക്കും എപ്പോ ഏത് സമയത്ത് വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഉത്സാഹമാണ്. അതായത് ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ ഞങ്ങൾക്ക് അത്രയും താല്പര്യമില്ല. അതിനേക്കാൾ ഉപരി പ്രാർത്ഥന, എപ്പോഴും പ്രാർത്ഥന. എപ്പോ വിളിച്ചാൽ ഞങ്ങളുടെ ഒരു പുതിയതായിട്ട് രക്ഷിക്കപ്പെട്ട ഗൾഫിൽ നിന്ന് ഒരു അങ്കിൾ രക്ഷിക്കപ്പെട്ട് നാട്ടിൽ വന്നു. എന്നിട്ട് അവര് കുടുംബമായിട്ട് ഞങ്ങളുടെ ഇറച്ചിലോട്ട് വരാൻ തുടങ്ങി. അപ്പൊ വന്നപ്പോൾ ആ പിള്ളേര് ചോദിച്ചു, എന്താണ് ചേച്ചി ഇപ്പൊ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടതല്ലേ ഉള്ളൂ, വീണ്ടും പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ഉത്സാഹത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ പോണത്, അതെന്താണ് നിങ്ങൾക്ക് അങ്ങനെ വരാൻ കാര്യം എന്ന് നമ്മൾ പറഞ്ഞ് അത് രക്ഷയുടെ സന്തോഷം എപ്രകാരം ഉള്ളതെന്ന് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ മോളെ പറ്റുള്ളൂ, അല്ലാതെ പറ്റൂല. അത് മോളെ അനുഭവിച്ചറിയുമ്പോൾ അങ്ങനെ എത്ര പ്രാർത്ഥന വെച്ചാലും ഞങ്ങൾ പോലെ ഭയങ്കര ആഗ്രഹം ആയിരുന്നു. അപ്പൊ ഈ 7ാമത്തെ ദിവസം
ശനിയാഴ്ച രാത്രി ഞങ്ങൾ 4 പേരും കൂടി എന്റെ വീട്ടിൽ, അപ്പൊ എന്റെ വീടെന്ന് പറയുമ്പോൾ അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. എന്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തൊരു വീടാണ് എന്ന് പറയുമ്പോൾ ആർക്കും ഏത് സമയത്തും, ഇപ്പൊ ഉപവാസ പ്രാർത്ഥന സമയത്താണെങ്കിലും ഈ ബെഡ്റൂം എന്ന് പറയുന്നത് അതിനും ഒരു കൂട്ടില്ല, അതെല്ലാം തുറന്നിട്ടേക്കാണ്. എന്നിട്ട് ആ ബെഡ്റൂമിൽ കയറി എല്ലാവരും, 3 ബെഡ്റൂം ഉണ്ട്, 3 ബെഡ്റൂമിലും പിള്ളേരും മുതിർന്നും എല്ലാവരും കയറി കിടക്കുകയും അവർക്ക് ഇഷ്ടമായി. ഞങ്ങൾക്ക് അവിടെ സീറ്റ് ഇല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ അവരാണ് ചെയ്തോണ്ട്. അതേപോലെ ഉപവാസ പ്രാർത്ഥന കഴിയും. പിന്നെ അപ്പച്ചനാണെങ്കിൽ പിന്നെ ഇത് അന്ന് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കില്ല, ചോറ് കൊടുക്കണേന് ഞങ്ങളുടെ കൂട്ടാനും വേറെ ഫേവറേറ്റ് ആ പുള്ളിക്കാരൻ പോയി ചിക്കൻ കോഴിയെ വാങ്ങിച്ചുകൊണ്ട് വരും. അവര് തന്നെ അർത്ഥം അങ്ങനെ ഒരു ഭയങ്കര ഒരു ഉത്സവത്തിന്റെ, അതൊരു ഭയങ്കര ആഘോഷം ഞങ്ങൾക്ക് ഉപവാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ആ ഉച്ചക്കത്തെ ഭക്ഷണം കഴിയുന്നാല് വൈകുന്നേരം ആരും വിടൂല, ബാക്കി ഭക്ഷണം വൈകുന്നേരം അത് കഴിച്ചിട്ട് പോകാന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും വരും, പാത്രങ്ങൾ കഴുകും, വീടൊക്കെ തുടച്ചിടുന്നത് വേറെ ആൾക്കാരെ, ഞങ്ങൾക്ക് തുടക്കേണ്ട ആവശ്യം. ഞങ്ങളെ എല്ലാ കാര്യത്തിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നിട്ട ഒരു ഭവനമായിരുന്നു. എന്റെ അപ്പച്ചനോ എന്റെ അമ്മച്ചിക്കോ യാതൊരു തടസ്സമില്ല പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു വലിയ വിശാലതയിൽ മനസ്സിലായ എന്റെ മാതാപിതാക്കൾ, അപ്പച്ചനും അമ്മച്ചും നന്നായി പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു. അവർക്ക് കിട്ടിയ ആ രക്ഷ അവർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി അവരെ തന്നെ ജീവിതം കുഞ്ഞുവെച്ചവരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഈ പറഞ്ഞ പോലെ ശനിയാഴ്ച രാത്രി ആയപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഞങ്ങളുടെ ഒരു മൂവിക്കകത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കയറിയിട്ട് ഞാനൊരു വചനം എടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഈ ആഭരണം വേണ്ട, അതുകൊണ്ട് കമ്മലും മാലയൊക്കെ ഞാൻ ഊരാനായിട്ട് തീരുമാനിച്ചേക്കാണ്, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അത് എനിക്ക് എന്റെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ് തന്നതാ. ഉടനെ ഈ 3 പേരും പറഞ്ഞു, എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു, ഞാനും ആഭരണം ഊരിയെന്ന് പറഞ്ഞു. 4 പേരും ആഭരണം ഊരി ഒരു പാത്രത്തിനകത്താക്കി ഞങ്ങൾ അടുത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അപ്പൊ രാത്രി ഒരു സന്ധ്യാപ്രാർത്ഥന ഇത് പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് വൈകുന്നേരം 8 മണിക്ക്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ മുറിക്കകത്ത് ഇറങ്ങി വന്നപ്പോൾ അമ്മച്ചി എല്ലാവരും നാളെ ഞായറാഴ്ചത്തെ ഉച്ചക്കത്തെ ഭക്ഷണം റെഡിയാക്കേണ്ട തിരക്കിലാണ്. ഞങ്ങളൊക്കെ അന്തം വിട്ടുപോയി. ഞങ്ങൾ 4 പേർക്കും ആഭരണം ഇല്ല. ഉടനെ ഞാനാണ് അപ്പൊ എനിക്ക് ഏകദേശം ഒരു 22-23 വയസ്സോളം എനിക്ക് ആ സമയത്തുണ്ട്. അപ്പൊ എനിക്ക് കല്യാണ കാര്യങ്ങളൊക്കെ പലതും പറയുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ അവിടെ പെന്തിക്കോസ്തുകാരെന്ന ഒരു ആൾക്കാരെ അവിടെ ഇല്ലാത്തത് കൊണ്ട് എന്റെ അപ്പച്ചന്റെ വല്യപ്പനൊക്കെ വെല്ലുവിളിച്ചും, നിന്റെ മോൾക്ക് 23 വയസ്സായില്ലേ, നിന്റെ മോളുടെ കല്യാണം നടക്കും, നമുക്ക് കാണാം, ആരെ കൊണ്ട് നീ കുട്ടിക്കും, നിന്റെ മോള് വീട്ടിൽ ഇരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രതികൂലങ്ങൾ. അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ ആര് കത്തോലിക്കുന്ന അത് ഒരുപാട് ഇക്കാര്യങ്ങൾ ഞങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങളെ തൊട്ടടുത്ത വീട്ടിൽ പോയി കല്യാണം വെച്ചിട്ട് ഞങ്ങളെ വിളിച്ചില്ല. ഞങ്ങളെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നതിന് ഉപരിയായിട്ട് മാനസികമായിട്ട് ഞങ്ങളെ പീഡിപ്പിക്കാൻ തുടങ്ങി. അതിന് ഞങ്ങളെ ഒരു കാര്യത്തിന് സഹകരിപ്പിക്കൂല, ബന്ധുക്കളുടെ കല്യാണം ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ പോയാൽ വന്നേക്കണ് അയച്ചിട്ട കാലേനെ പോലെ വന്നേക്കണ്, താലി അർത്ഥവരാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അത് ആവണം വിളിക്കുന്ന അവരെയൊക്കെ പറഞ്ഞത്. ഞങ്ങൾ ഒരു കാര്യത്തിൽ സഹകരിപ്പിക്കില്ല. അങ്ങനെ ഞങ്ങളുടെ വീട് മാത്രമായിട്ട് ഞങ്ങൾ ഒതുങ്ങാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോ എന്റെ വിദ്യാഭ്യാസത്തിൽ എനിക്ക് മടുപ്പായി, എനിക്ക് പഠിക്കാൻ പോകാൻ മടി, എപ്പോഴും എനിക്ക് പ്രാർത്ഥനയും താല്പര്യമുണ്ട്, പക്ഷെ ആരോടും സഹകരിക്കാനില്ലാത്തതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര മടി. പ്രാർത്ഥനയൊക്കെ മാത്രമേ ഇഷ്ടം. അങ്ങനെ ഞാൻ ഹിന്ദി വിദ്വാൻ അത് 3 വർഷം കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, നീ BEd കൂടി എടുത്ത് നിനക്ക് എവിടെ നിന്ന് ജോലി ആവില്ല, അത് നീ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിക്കില്ല, ഇനി ഞാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ മുന്നോട്ട് പോകൂ, ഞാൻ ഇനി പഠിക്കാൻ പോകില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് BEd കോഴ്സ് ചെയ്യാൻ പോയിട്ട് ഞാൻ അവിടെ നിർത്തി. അത് കഴിഞ്ഞപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ആഭരണം ഊരിയ വിഷയം വന്നത്. പിറ്റേ രാത്രിയായപ്പോ അപ്പച്ചനും അമ്മച്ചൊക്കെ ഭയങ്കരമായിട്ട് ബഹളം വെച്ചു, ഇല്ല പറ്റൂല, ഞാൻ നിന്റെ കല്യാണമൊക്കെ അതിന്റെ വരെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ കെട്ടിച്ചു കൊടുക്കാനാണ് ഈ ആഭരണം കിട്ടുക, നീ ഒരു കാര്യം ചെയ്യും, ആരെങ്കിലും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നീ ആഭരണം ഊരി എന്ത് വേണമെങ്കിലും ചെയ്ത് പറ്റൂല എടുത്ത്. ഉടനെ ഞങ്ങളുടെ ദൈവദാസനെ അറിയിച്ചു. ദൈവദാസൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങള് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, മാതാപിതാക്കളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യാം, നിങ്ങൾ ചെറുപ്പക്കാരാണ്, നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള സമയം ആയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഊരി ആഭരണം തിരിച്ചിടണമെന്ന്. പക്ഷെ ഭയങ്കര മാനസിക വിഷമം ഉണ്ടെങ്കിലും ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ ദൈവദാസക്കൾ പറഞ്ഞു, നിങ്ങൾ ആ ഊരി ആഭരണം നിങ്ങൾ തിരിച്ചേണ്ടി വന്നു. അത് ഞങ്ങൾ തിരിച്ചിട്ടു. അധികം നാൾ പോയേണ്ടി വന്നില്ല. ഏകദേശം ഒരു 2-3 മാസം ആയപ്പോൾ ഞങ്ങൾ വീണ്ടും 4 പേരും ആഭരണം ഊരി മാറ്റി.
ആഭരണം പോയി മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വീണ്ടും പ്രശ്നം തുടങ്ങിയത്. ഞങ്ങളെ പിന്നീട് എന്റെ അമ്മച്ചി പോയി ഞങ്ങൾ ചർച്ചിലുള്ള മുതിർന്നവരാരും ആഭരണം മാറ്റിയിട്ട് ഞങ്ങൾ 4 സഹോദരിമാര് ഒരു 5 പേരാണ്, 5 പേര് മാത്രമാണ് ആഭരണം ഊരി. അപ്പൊ ഞങ്ങളെ കൂടെ കൊണ്ടുവരുമ്പോൾ എന്റെ അമ്മയ്ക്ക് പോലും ബുദ്ധിമുട്ടായി ആഭരണത്തിൽ. അവരൊക്കെ ആഭരണം നടക്കുമ്പോൾ ഞങ്ങൾക്ക് വന്നിട്ട് എന്റെ അമ്മച്ചിയുടെ സഹോദരൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, അവരൊക്കെ വിശ്വാസമാണ്, അവരുടെ പ്രാർത്ഥന മാത്രം ഞാൻ രക്ഷയിലേക്ക് വന്നത്. അമ്മച്ചി ചോദിച്ചു, എടോ ചേച്ചി, പിന്നെ കിടാവ് കളിച്ചാൽ കാണാൻ കൊള്ളാം, പക്ഷെ കാള കളിച്ചാൽ കാണാൻ കൊള്ളൂല എന്ന് പറയാം. എനിക്ക് മനസ്സിലായിരുന്നു. കാരണം ഞാൻ ചെറുപ്പക്കാരായി ഞങ്ങൾ ആഭരണം ഊരി ഞങ്ങൾ അതിൽ ഓർത്തു. പക്ഷെ പ്രായമായി നിങ്ങൾ ഇപ്പോഴും ആഭരണം ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്താ ഇതിന്റെ ഭംഗിയെന്ന് ചോദിച്ചാൽ കളിയാക്കി. എന്നിട്ട് അമ്മച്ചിക്ക് ഭയങ്കര അവരൊന്നും ആഭരണം ഒരുപാട് ന്യായങ്ങൾ ബൈബിളിലൂടെ അബ്രഹാം ഇസഹാക്കിന് പെണ്ണ് കാണാൻ പോയപ്പോൾ വളയിട്ട കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞു ന്യായങ്ങൾ പറഞ്ഞെങ്കിലും ഞങ്ങളെല്ലാവരും പിന്നീട് അത് ഊരിക്കൊണ്ട് ഞങ്ങൾ എടുത്തു ഉപയോഗിക്കാൻ തയ്യാറായിട്ട് അതെന്താന്നൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്കപ്പോ. അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ പല കൂട്ടാനുകളായിട്ടൊക്കെ ബന്ധം തുടങ്ങി. അങ്ങനെ എനിക്ക് ഒരുപാട് കല്യാണാലോചനകളൊക്കെ വരാൻ തുടങ്ങി. 23 വയസ്സൊന്നുള്ളത് 24 കല്യാണം നടക്കുന്നില്ല. എന്റെ ബന്ധുക്കളുടെ എല്ലാവരുടെയും കല്യാണങ്ങൾ നടക്കാൻ തുടങ്ങി. കത്തോലിക്കരാ. 24 എന്ന് പറഞ്ഞാൽ 25 എന്നിട്ട് എന്റെ വിവാഹം നടക്കുന്നില്ല. വീട്ടില് ഭയങ്കര വിഷമമായി. അമ്മച്ചിക്കൊക്കെ ഭയങ്കര വിഷയം, സമയവും കരച്ചിലും പ്രാർത്ഥിക്കുമാണ് എന്റെ വിവാഹം നടക്കാത്തത് കൊണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ഇനി അമ്മച്ചി എങ്ങാനും രക്ഷയുടെ ഭാഗത്ത് പോകുമോ, കാരണം എന്റെ വിവാഹം നടന്നില്ല എന്നുള്ള അങ്ങനെയൊക്കെ ഭയങ്കര. പക്ഷെ ഞങ്ങൾ എന്നാലും ആ വിശ്വാസത്തിൽ തന്നെ കുറച്ചു നിന്ന് എപ്പോഴും ഉപവാസവും പ്രാർത്ഥനയും ചൊവ്വാഴ്ച ഒരു ദിവസം ഞങ്ങൾ യവനക്കാർക്ക് വേണ്ടി ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ നല്ല പ്രാർത്ഥന അന്തരീക്ഷം അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പുറമേ നിന്ന് ആരും ഞങ്ങൾ സഹായത്തിനില്ല, ആരും ഞങ്ങളെ ഒരു കാര്യത്തിന് സഹകരിപ്പിക്കില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അപ്പോ ഈ ഞങ്ങൾ എന്റെ ഹസ്ബൻഡ് നേരത്തെ ഒരു സാക്ഷി ജോയ്സ് ടിവിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ ഒരു ദിവസം അച്ഛനായിരുന്നു. അച്ഛൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ കപ്പൂച്ചിൻ ഫാദറായിട്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ അവിടെ ഒരു കൺവെൻഷൻ ഉണ്ടാകുകയും ഞങ്ങൾ അവിടെ വരികയും അങ്ങനെ അന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാലും പോയി. അത് കഴിഞ്ഞപ്പോ ഈ പുള്ളിക്കാരൻ പോയി ധ്യാനം കൂടി കഴിഞ്ഞിട്ട് ഈ തിരുവനന്തപുരത്ത് വന്ന ഒരു കൂട്ടായ്മ തുടങ്ങി. കല്ലേത്ത് വന്നൊരു കൂട്ടായ്മ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ അച്ചായന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചയിൽ വന്നിട്ട് പറഞ്ഞു, പിന്നെ തിരുവനന്തപുരത്തുള്ള പീറ്റർ ബ്രദർ വിവാഹിതനായി കുടുംബമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ഉള്ളത്തിൽ പറഞ്ഞു, ഈ ആലോചന എനിക്ക് വരും, ഞാൻ എന്റെ നേരെ ഇത് വരുമ്പോൾ എന്റെ മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് ഞാനത് ആരോടും പറഞ്ഞൊന്നുമില്ല. പിറ്റേ ആഴ്ച വന്നിട്ട് ഈ പുള്ളിക്കാരൻ വന്നിട്ട് ഈ പിന്നെ അങ്കിൾ വന്നിട്ട് പറഞ്ഞു, പിന്നെ ഈ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, പീറ്റർ ഏട്ടൻ, അപ്പച്ചന്റെ പേര് പീറ്റർ എന്നാണ്, പീറ്റർ ഏട്ടാ പിന്നെ ഈ എന്റെ അച്ഛന്റെ പേര് പീറ്റർ എന്നാണ്. അപ്പൊ പീറ്റർ ബ്രദർ പിന്നെ പീറ്റർ ഏട്ടന്റെ മൂത്ത മോളെയാണ് ചോദിക്കാൻ എന്നെ പറഞ്ഞു വിട്ടേക്കണത്. അപ്പൊ എന്താണ് താല്പര്യമുണ്ടോ എന്ന് പറയണമെന്ന് പറഞ്ഞപ്പോ അപ്പച്ചനൊന്നും ഇല്ല. അങ്ങനെ എന്റെ അടുത്ത് ചോദിക്കുമല്ലോ, കാരണം ഞങ്ങൾ തമ്മിൽ അല്പം ഡിഫറൻസ് ഉണ്ട് വയസ്സിൽ. അതുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, പിന്നെ ചോദ്യം ഇത് പറഞ്ഞുകൊണ്ടിരാമോ. അങ്ങനെ അച്ചായൻ പെണ്ണാണം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായതുകൊണ്ട് ഞാൻ ഓക്കെ ആണെന്ന് വെച്ചപ്പോ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം. ഒരുപാട് അതിനുള്ള പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ വിവാഹം നടന്നു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വിവാഹത്തിന് ആരും സഹകരിക്കൂല, ബന്ധുക്കൾ ആരും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാണ്. പക്ഷെ ദൈവത്തിന്റെ വളരെ വളരെ ആർഭാടമായിട്ട് ദേശത്തുള്ള എല്ലാ ജനങ്ങളും, ആദ്യത്തെ പെന്തിക്കോസ്ത് കല്യാണമാണ്, എല്ലാ ജനങ്ങളും വന്നു അങ്ങനെ നല്ല ഭംഗിയായിട്ട് എന്റെ വിവാഹം നടന്നു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞു പോകുന്നത്. അപ്പൊ എന്റെ ചിന്ത എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമാണ്, അത് ഭയങ്കര ഒരു സംഭവമാണെന്നൊക്കെ എന്റെ ചിന്ത. പക്ഷെ എനിക്ക് അതിലൂടെ എങ്ങനെ ആളാണ്. അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് പിറ്റേ ആഴ്ച അപ്പൊ എന്റെ അച്ചായന്റെ വീട്ടുകാരും രക്ഷയുടെ ഭാഗത്ത് വന്നിട്ടില്ല. അവരെല്ലാവരും കത്തോലിക്കരാണ്, ഇന്നും അവര് കത്തോലിക്കരാണ്. പിന്നെ കൂടാതെ എന്റെ വീട്ടിൽ നിന്ന് പറയുകയാണെങ്കിൽ എന്റെ അപ്പച്ചന്റെ പെങ്ങളുടെ മോള് എല്ലാവരും അച്ഛന്മാരും കന്യാസ്ത്രീയുള്ള ഒരു കുടുംബമാണ് എന്റെ കുടുംബം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം അതാണ് കൂടി ഞങ്ങളെ വെറുക്കാൻ കാര്യം. അത് തന്നെയല്ലേ എന്റെ അപ്പച്ചന്റെ പള്ളിക്ക് സ്ഥാനമൊക്കെ കൊടുത്തത് കൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ കാര്യം.
അങ്ങനെ ഇരിക്കെ ഈ അവരെല്ലാം ഞങ്ങൾ എത്തിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അങ്ങനെ എന്റെ എല്ലാവരും വിവാഹത്തിൽ സംബന്ധിച്ചു. ഈ അച്ചായന്റെ ആൾക്കാരും എല്ലാവരും വിവാഹത്തിലൊക്കെ സംബന്ധിച്ചു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തിൽ വരികയും വന്നു കഴിഞ്ഞപ്പോൾ ഈ കല്ലേറ് എന്ന് പറഞ്ഞ സ്ഥലം എന്തോ മണ്ണ്, നമ്മുടെ സ്ഥലം എന്ന് പറയുമ്പോൾ നേരെ നിരപ്പായ സ്ഥലമാണ്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കല്ലേറ് വന്നു കഴിഞ്ഞപ്പോഴാണ് എന്റെ ചിന്താഗതി മാറിയത്. തിരുവനന്തപുരം എന്ന് പറഞ്ഞാല് ഇത് സിറ്റി അല്ല, സിറ്റി മാത്രമല്ല, ഇങ്ങനെയുള്ള കല്ലും കുന്നും മലകളുള്ള സ്ഥലമാണെന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കുടുംബമായിട്ട് കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് ഞങ്ങൾ ആരംഭിച്ചു. ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളായിരുന്നു, കരച്ചിലായിരുന്നു. കാരണം ഞാൻ ജീവിച്ച അന്തരീക്ഷം എന്ന് പറഞ്ഞാല് അതൊരു വേറൊരു അന്തരീക്ഷമായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതായിട്ട് പറഞ്ഞ എന്റെ വീട്ടിനകത്ത് തന്നെ ബാത്റൂം ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ ഇത് കഷ്ടത, പട്ടിണി, ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞത് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ പട്ടിണി പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ കഷ്ടതയും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയതിന്റെ ഞാൻ ഒരു കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ച് തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ഇങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയതൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കർത്താവിന് വേല ഞങ്ങളായിരുന്നു. ആദ്യമൊക്കെ എനിക്കും ഇതിനോട് യോജിക്കാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഇതിന്റെ പരിഷ്കാരമാണ് ഞങ്ങൾ വഴി നടത്തി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആദ്യമേ ഒരു കുട്ടി ഉണ്ടായി. അതിന്റെ പേര് ഫേബ എന്നാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് 4 വർഷം കഴിഞ്ഞപ്പോൾ അടുത്തുണ്ടായി. അതിന്റെ പേര് നുംഫ എന്നാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ നുംഫ എന്ന് പറയുന്ന കുട്ടിക്ക് 5 വയസ്സായപ്പോഴും പിന്നെ കൊച്ചിന് 1ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചിന് ഒരു ദിവസം ഞങ്ങൾ നോക്കിയപ്പോൾ ഈ അതായത് നമ്മുടെ ഈ ചുണ്ടിന്റെ ഒരു ചിറിയുടെ ഒരു സൈഡിൽ ചെറുതായി ഓടിയിരിക്കുന്നു. അപ്പൊ കോടിയിരിക്കണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര കുഞ്ഞാരോട് കൊഞ്ചലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പയുടെ മമ്മിയോടും കൊഞ്ചി സംസാരിച്ചുകൊണ്ടായിരിക്കാം ഈ ചിരി ഇങ്ങനെ കോടിയിരിക്കുന്നു ചിന്തിച്ചു. പക്ഷെ ഓരോ തിങ്കളാഴ്ച കണ്ടെങ്കിൽ ചൊവ്വാഴ്ച ആയപ്പോ അല്പം കൂടി ശനിയാഴ്ച ആയപ്പോൾ ഈ കുഞ്ഞിന്റെ ഈ ചെവിയുടെ ഈ സൈഡ് വരെ ഇങ്ങനെ കോടിപ്പോയി. അങ്ങനെ ഓടിപ്പോയപ്പോ ഞങ്ങളുടെ ചർച്ച വന്നൊരു ജോർജ് ബ്രദർ പറഞ്ഞു, കണ്ടിട്ട് ഉടനെ ചിരിച്ച നമ്മ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും, ചിരിച്ചാണ് ചുണ്ടി ഇങ്ങനെ പോണത്. അപ്പൊ ജോർജ് കണ്ടിട്ട് പറഞ്ഞു, ബ്രദർ എന്ന് വിളിക്കുന്നത്, ബ്രദറെ ഇത് എന്താണ് നമ്മളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ ഉടനെ ഒരു കാര്യം ചെയ്യും, പേരുകൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശനിയാഴ്ച രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുഞ്ഞിനുമായിട്ട് ഞങ്ങൾ പേരുകളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ കണ്ട ഉടനെ പറഞ്ഞു, പിന്നെ നിങ്ങൾ ചികിത്സിക്കൊന്നും വേണ്ട, നിങ്ങൾ ഉടനെ വീട്ടിൽ പോയിക്കോ, നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ വീട്ടിൽ വന്നോളൂ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു വലിയ റെക്കോർഡ് ബുക്ക് എടുത്ത് ഞങ്ങളുടെ പേരും അഡ്രസ്സൊക്കെ അതിനകത്ത് എഴുതിയിട്ട് ഞങ്ങളെ വീട്ടിൽ പണി വിട്ടു. പക്ഷെ എനിക്ക് ഒരു ഗൗരവമോ അന്നേരം അറിയാൻ പാടില്ല, എന്താണെന്നോ കൊച്ചിന് അസുഖമാണെന്നോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ പോയിട്ട് എനിക്ക് വച്ചാലും മാനസിക വിഷമം, എന്തിങ്ങനെ പറഞ്ഞത്, എന്തായിരിക്കും കുഞ്ഞിന്റെ അസുഖം എന്നൊക്കെ പറയുമ്പോൾ 11 മണിയാണ് വീട്ടിൽ വന്നത്. 11 ഞാൻ വിഷമത്തോടെ ഇരിക്കുമ്പോൾ 11 മണി. അപ്പൊ ഞങ്ങളുടെ വീട് ചർച്ചും വീടും എന്ന് പറയുമ്പോൾ 2 നിലയാണ്. മുകളിൽ ഞങ്ങൾ താമസവും താഴെ ചർച്ചുമാണ്. അപ്പൊ ഈ കുന്നിന്റെ മുകളിലാണ് ഞങ്ങൾ ചർച്ച്. താഴെ റോഡിൽ വന്ന് ഈ WHO എന്ന് പറയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു വലിയ വാൻ വന്ന് താഴെ വന്ന് നിർത്തിയിട്ട് ഒരു 5 പേര് ഞങ്ങളുടെ വീടൊക്കെ അന്വേഷിച്ചിട്ട് അടുത്ത വീട്ടിൽ ചോദിച്ചിട്ട് ഞങ്ങളുടെ വഴിയിലോട്ട് കയറി വരികയാണ്, റോഡിലോട്ട് കയറി വരികയാണ്. നമുക്ക് എന്തായിരിക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി വന്നപ്പോ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പിന്നെ ഹെഡായിട്ടിരിക്കുന്ന ആശാ രാഘവൻ എന്നൊരു ഡോക്ടറാണ് അതിന് മെയിൻ ആള്. കയറി വന്നിട്ട് പറഞ്ഞു, മോളെ എന്തെങ്കിലും ചോദിച്ചോ, മോളെ കാണിച്ചു കൊടുത്തു. നമുക്ക് വളരെ ഭയമായി, എന്താണെന്ന് അറിയില്ലല്ലോ. 5 പുരുഷന്മാരും ഉണ്ട്, ഈ ഒരു സ്ത്രീ ഡോക്ടറും ഉണ്ട്, എല്ലാ ഡോക്ടർമാരാ. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ച് ഞങ്ങളുടെ ഇരുത്തിയിട്ട് പറഞ്ഞു, മോൾക്ക് പാരലൈസ് ആയിട്ടുള്ള ഒരു പോളിയോ രോഗം പോലത്തെ രോഗമാണ് വന്നിരിക്കുന്നത്. അത് ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇത് 99% നിർമ്മാർജ്ജനം ചെയ്തേക്കാണ്. പോളിയോ വാക്സിൻ കൊടുത്ത് ഇത് 1% മാത്രം ഇപ്പൊ നിലനിൽക്കുന്ന ആ 1% രോഗമായിട്ട് നിങ്ങളുടെ മോൾക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും പുള്ളിക്കാരി വിശദമായിട്ട് പറയണം. അതായത് ബ്രെയിനിൽ നിന്നും ഇങ്ങനെ ഒരു നേരം പോയിട്ടുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ ഈ പിടി ഇങ്ങനെ വന്നിട്ട് ഈ വേറെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഞരമ്പ് ഇങ്ങനെ വന്നേക്കും. ഈ ഞരമ്പുകളുടെ ഇവിടത്തെ പ്രവർത്തനം, ഈ ജോയിന്റ് ഇവിടത്തെ പ്രവർത്തനം നിന്ന് പോയി കൊച്ചില്ല. അതുകൊണ്ട് പ്രവർത്തനം ഉള്ള സ്ഥലത്തേക്ക് കൊച്ചിന്റെ ചിരി ഇങ്ങനെ ഓടിപ്പോകാം.
ഓടിപ്പോകുന്നതാണ്. അതുകൊണ്ട് സാവകാശത്തിൽ വിഷമിക്കാൻ പറയാനില്ല. സാവകാശം ഒരു സൈഡ് പാരലൈസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ബൈ ചാൻസ് നമുക്ക് ചികിത്സ നോക്കാം, പക്ഷെ അതിന് ചികിത്സയൊന്നും ഇവിടെ ഇല്ല, ബാംഗ്ലൂരാണ്. അതുകൊണ്ട് ഇതിന്റെ മോഷൻ എടുത്താണ് ടെസ്റ്റ് നടത്തുന്നത്. അതുകൊണ്ട് നാളെ രാവിലെ ഈ ഹെൽത്ത് സെന്ററിൽ ഒരു അറ്റൻഡർ വരും. അദ്ദേഹത്തിന്റെ കല്ലി കുഞ്ഞിന്റെ രാവിലത്തെ മോഷൻ എടുത്ത് കൊടുത്തിടണമെന്ന് പറയും. ഇത് നമുക്ക് ബാംഗ്ലൂർ കൊടുത്തയച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഞങ്ങള് പിറ്റേ ദിവസം ആകെ തകർന്നു പോയി. പ്രത്യേകിച്ച് ഞങ്ങളൊരു ചർച്ച നടത്താൻ ഒരു 100-ലധികം വിശ്വാസമാണ് ഞങ്ങളുടെ ചർച്ചിലുണ്ട്. അങ്ങനെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോഴാണ് ഇങ്ങനത്തെ അപ്പൊ ദൈവദാസന്റെ മോൾക്ക് ഒരു പോളിയോ വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആകെ വിശ്വാസികളാണ്. ഞങ്ങൾ ആകെ തകർന്നു പോയ നിമിഷമായിരുന്നത്. എന്നിട്ട് മോശം എടുത്ത് കൊടുത്തിരിക്കുകയാണ്. അതിന് ഞങ്ങൾ പിന്നെ 1 മാസം കഴിഞ്ഞ റിസൾട്ട് വരാൻ. അപ്പൊ ഉടനെ ഈ കൊച്ചാണെങ്കിൽ എന്തോ ഞാൻ ഏത് സമയവും കരച്ചിലാണ്. ഇപ്പോഴും ദിവസത്തിൽ എനിക്ക് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെന്നില്ല, വെക്കണമെന്നില്ല, എപ്പോഴും പ്രാർത്ഥനയും കരച്ചിലുമാണ്. ഒരിക്കൽ പോലും ദൈവത്തോട് ഞങ്ങൾ എന്താണ് ദൈവം ഇങ്ങനെ വന്നതെന്നോ ഞങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല, തീർത്തിട്ടും ഒന്നുമില്ല ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് വിഷമമായി. ഞങ്ങൾ എപ്പോഴും ദൈവസന്നിധിയിൽ പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ പിന്നെ കൊച്ചിന്റെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്നതോറും. അപ്പൊ ഞങ്ങൾ വീണ്ടും ആര് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ന്യൂറോ സർജനെ കൊണ്ടേ കാണിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ കൽപ്പന ഡോക്ടറെ കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് ഒരു സ്കാൻ ചെയ്യണം. എന്താ കാരണം നമ്മൾ സ്കാൻ ചെയ്യാൻ സ്കാൻ ചെയ്യണമെങ്കിൽ മെട്രോ സ്കാനിൽ കൊണ്ട് സ്കാൻ ചെയ്യണം. നിങ്ങൾ ഇന്ന ദിവസം ഞങ്ങൾക്ക് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഡേറ്റ് തന്നിട്ട് ഞങ്ങൾ സ്കാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി. അപ്പൊ അതിനു മുൻപ് ഈ കുഞ്ഞിന്റെ കണ്ണൊരിക്കലും അടയൂല, ഒരു സൈഡിലെ കണ്ണടയില്ല. കാരണം ഈ ഒരു സൈഡിലുള്ള പ്രവർത്തനം മൊത്തം നിന്നുപോയി. അപ്പൊ അതുകൊണ്ട് കണ്ണടയില്ല, എപ്പോഴും കണ്ണിന് വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ ഐപാഡ് എന്ന് പറഞ്ഞ സമയത്ത് അവ കണ്ണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ കണ്ണ് തുറന്നിരിക്കുന്ന സ്ഥിതിക്ക് ഈ വെള്ളം വന്നത് കെട്ടി നിന്ന് അത് പഴുപ്പായിട്ട് കണ്ണിന് ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രിയാകുമ്പോൾ കുഞ്ഞി കിടന്നുറങ്ങുമ്പോൾ ഈ സംഭവം ഈ പാഡ് വെച്ച് കണ്ണൊട്ടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാത്രിയാകാൻ വേണ്ടി കാത്തിരിക്കും. പക്ഷെ ഈ കൊച്ചുറങ്ങില്ല. ഇതിന് പേടി ഞങ്ങൾ എന്തോ ചെയ്യുമെന്ന്. അങ്ങനെ ദിവസം രാത്രിയായി 12 മണി വരെ ഞങ്ങൾ കാത്തിരുന്നിട്ട് ഈ സംഭവം കണ്ടൊട്ടിക്കാൻ ചാടി എഴുന്നേറ്റ്. അപ്പൊ ഞങ്ങളുടെ കല്ലേങ്ങ ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേര് കല്ലേത്തുള്ള ഏകദേശം എല്ലാവരും അറിഞ്ഞു ശിവദാസന്റെ മോൾക്ക് അസുഖമാണെന്നും എപ്പോഴും ഒരു ആശുപത്രി കൊണ്ടുവരുന്ന ആൾക്കാർ പറയാൻ തുടങ്ങി. കണ്ട പെന്തിക്കോസ്റ്റുകാര് ആശുപത്രി കൊണ്ടുപോകില്ല, മരുന്ന് വാങ്ങിക്കില്ല, ഇപ്പോഴത്തെ ഓടിക്കൊണ്ട് നടക്കണം, ഒരുപാടൊക്കെ സംസാരം ഉണ്ടായെങ്കിലും ഈ കൊച്ചിന്റെ 12 മണിയൊക്കെ തുടർന്ന് കീഴ്ക്കും ഭയങ്കരമായിട്ട് അലാം വെച്ച് കരഞ്ഞു. കാരണം അയൽവക്കക്കാരൊക്കെ ഫോൺ ചെയ്ത് ചോദിച്ചെന്താന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് അവർക്ക് എല്ലാവർക്കും അറിയാം. എത്ര വർഷമായി കാണും? എത്ര വർഷമായി ഇത്? അല്ല, ഈ ഒരു ഏത് വർഷത്തിലായിരുന്നു ഇത്? ഇത് 2003 കുഞ്ഞ് ചെയ്ത് 5 വയസ്സുള്ളപ്പോഴാണ്. 2008 2008 അങ്ങനെ. അപ്പൊ ഈ അവര് ചോദിച്ചു എന്താ പ്രശ്നം തോന്നുന്നത്. അതിങ്ങനെ മോളെ കിടന്ന് വാങ്ങിയപ്പോൾ പാഡ് തൊട്ടിക്കാൻ വെച്ചപ്പോൾ കിടന്ന് സമ്മതിക്കാതെ കിടന്ന് കരയുകയാണ്. ഇന്നത്തെ ഞങ്ങൾ ഭയങ്കര സങ്കടവും ഉണ്ടായി വെക്കാറില്ല. അപ്പൊ അത് കരയണെന്ന് പറഞ്ഞു. ഉടനെ അന്ന് അവര് പലപ്പോഴും ഞങ്ങളുടെ കൂടെ കവിഞ്ഞിട്ടുണ്ട് കൊച്ചിന്റെ അവസ്ഥയൊക്കെ കണ്ടു. അങ്ങനെ അത് ഒട്ടിക്കാനും സമ്മതിക്കില്ല. അങ്ങനെ ഇത് ഞങ്ങളുടെ കച്ചവടം കൊച്ചി ഭയങ്കരമായിട്ട് മയലാതെ ഒരു കാര്യവും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. ഭയങ്കര ദേഷ്യം, ഭയങ്കര ദേഷ്യം. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഡോക്ടർക്ക് കാര്യങ്ങൾ ഡോക്ടറെ കൊണ്ടുവരാണ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ ഈ സ്റ്റീറോയിഡ് കൂടിയ മരുന്നാണ് ഈ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ സ്റ്റീറോയിഡ് 3 നേരം മരുന്ന് കൊടുക്കണം. ഒരു ബോട്ടിൽ മരുന്ന് 1.5 ദിവസം ഉണ്ടാവുള്ളൂ. ഈ മരുന്ന് കൊടുക്കുന്നതോറും കുറിച്ച് ഭയങ്കര വിശപ്പാണ്. വിശപ്പാകുമ്പോൾ 2 മണി. അപ്പൊ എന്റെ കൊച്ചിന് 5 വയസ്സേ ഉണ്ടെങ്കിൽ 5 വയസ്സിൽ 2-1 ദോശ കഴിക്കുന്ന കൊച്ചി ഈ 2 ദോശ കഴിച്ച 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വിശപ്പാണ്. വീണ്ടും ഇതേപോലെ 2 ദോശ കഴിക്കും. ശരീരമൊക്കെ വീർക്കാൻ തുടങ്ങി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണാൻ ഡിസേബിൾ ആയിട്ടുള്ള, അതായത് മന്ദബുദ്ധി പിള്ളേർ എങ്ങനെ ഇരിക്കുമോ അതേപോലെ എന്റെ കൊച്ചിന്റെ രൂപവും ഭാവവും എല്ലാം മാറി മണ്ണും അങ്ങോട്ട് വെക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാൻ ലിമിറ്റില്ലാണ്ടായി. അങ്ങനെ ഞങ്ങൾ ആകെ തകർന്ന അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ നമുക്ക് എല്ലാ കാര്യം നോക്കിയിട്ട് പറഞ്ഞു ഇതിന് എനിക്ക് തോന്നുന്നത് ബ്രെയിനിൽ ഒരു കാര്യം വേറെ ഒന്നും ഡോക്ടർമാർ നോക്കിയിട്ട് കാണാനില്ല.
ഒരു കംപ്ലൈന്റും ഇല്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞ് ബ്രെയിൻ എന്തോ ഗ്രോത്ത് ഉണ്ടെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് നിങ്ങൾ സ്കാൻ ചെയ്യണമെന്ന് പറയും. അങ്ങനെ CT സ്കാൻ എഴുതിയപ്പോൾ ഈ പിന്നെ ഡിസേബിൾ ആയിട്ടുള്ള മെന്റലി ആയിട്ടുള്ള പേരപ്പെട്ട ടീച്ചറുണ്ട്. അവര് പറഞ്ഞ് CT സ്കാൻ വളർന്നു വരുന്ന കൊച്ചുങ്ങളെ CT സ്കാൻ ചെയ്യാൻ പാടില്ല, അവരുടെ കോശങ്ങളൊക്കെ നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് MRI ചെയ്തെടുക്കാം. നമ്മൾ ഡോക്ടറൊക്കെ ഓക്കെ MRI ചെയ്യാൻ പറയും. അങ്ങനെ MRI ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോക്ടറിനെയും കൂടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യാനെടുത്ത് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഈ ഞരമ്പ് വീക്കായിരുന്ന കുട്ടികൾക്ക് ഇത് നമ്മള് ഇത് കൊടുക്കാൻ പാടില്ല, മയക്കാനുള്ള മയക്കൊന്നും കൊടുക്കാൻ പാടില്ല. പക്ഷെ ഞങ്ങൾക്കും അറിയില്ലായിരുന്നു, ഈ സ്കാൻ ചെയ്യണവർക്ക് ശ്രദ്ധിച്ചില്ല. അപ്പൊ എന്ത് ചെയ്ത് 5 മില്ലിക്ക് കൊടുക്കേണ്ടത് 15 മില്ലി ml മയക്കാനുള്ള ഇത് കൊടുത്തു. പക്ഷെ ഈ 15 മില്ലി കൊടുത്തിട്ടും കൊച്ചു മരുന്നില്ല. കൊച്ചിന്റെ ചിന്താഗതി എന്ന് പറയുമ്പോൾ എന്നെ എന്തോ ചെയ്യാൻ പോകുന്നു, ഞാൻ മരിക്കാൻ പോകുന്നുള്ള ചിന്തയാണ് ഈ കൊച്ചു. അതുകൊണ്ട് കൊച്ചു ഭയങ്കര കാലത്ത് ഉറങ്ങില്ല. ലാസ്റ്റ് ഈ സ്കാൻ സെന്ററുകാർ നമ്മളൊരു ഇരുട്ടുള്ള മുറിയിൽ കൊണ്ട് എന്നെയും കൊച്ചിനെ കൂടി അടച്ചിട്ടിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉറങ്ങിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 15 മിനിറ്റ് 20 മിനിറ്റ് നീണ്ടു നിൽക്കി MRI സ്കാൻ, അതിലേക്ക് കിടന്നു തരുന്നില്ല. അതുകൊണ്ട് മയക്കി കിടക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങള് 1/2 മണിക്കൂർ 1 മണിക്കൂർ സെൻട്രിറ്റി കുറിച്ച് ഓർമ്മയില്ല. അതിന് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു പിന്നെ അതെ നിങ്ങളോട് ആര് പറഞ്ഞ കൊച്ചു ഈ മരുന്ന് കൊടുക്കാൻ ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അഥവാ കൊടുത്താൽ 5 ml കൊടുക്കാവുന്നത് 15 ml കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ വഴക്ക് പറഞ്ഞു. ഈ സ്കാൻ സെന്ററിൽ അവരെ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു മോളെ വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല, മോളോട് 5 വയസ്സിലെ അവൾ 10 മനസ്സിലാക്കി കൊടുത്ത് ഒരു ചെറിയ കാര്യം ടെസ്റ്റ് നടത്തിയാണ്, അത് മോളെ കരയൊന്നും വേണ്ട, മോൾക്കൊന്നും സമ്മതിക്കാതെ. പക്ഷേ പറഞ്ഞിട്ട് കൊച്ചു അംഗീകരിക്കുന്നില്ല. അങ്ങനെ MRI സ്കാൻ ചെയ്യണം റൂമിൽ കയറ്റി കഴിഞ്ഞപ്പോ അത് ഉപകരണങ്ങൾ കണ്ടപ്പോ ഒന്നും കൂടി പേടിച്ചു കരയാൻ തുടങ്ങി. ലാസ്റ്റ് 9,000 രൂപയാണ് അവിടെ സ്കാൻ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. ഞങ്ങളുടെ കയ്യിലായി ഞങ്ങളെല്ലാവരോടും കൂടി ചേർത്ത് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. 6,000 രൂപ കൂടെ ഞങ്ങൾ പോയേക്കണം. ഞങ്ങള് കൊച്ചാണ് സമ്മതിച്ചിട്ടില്ല. 6,000 രൂപയുടെ കയ്യിലുള്ളൂ. അവരോട് പറഞ്ഞു കൊച്ചൊട്ടും സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ 6,000 രൂപയുള്ളൂ, 9,000 അടക്കണ്ടേ. ഞങ്ങൾ പോയിട്ട് പിന്നെ വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ പോകുന്ന കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ നാളെ ഇതേപോലെ എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാതെ കൊച്ചിന്റെ ഭക്ഷണത്തിന്. അപ്പൊ അച്ചായൻ അല്പം മീൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ചന്തയിൽ പോയി കൊണ്ടപ്പോൾ ഒരു ദേവദാസൻ വിളിച്ചു. 2 ദേവദാസൻ ചോദിച്ചു കൊച്ചിന്റെ കണ്ണ് എപ്പോഴും കണ്ണി കഴിക്കൊണ്ടിരിക്കും. അപ്പൊ ദേവദാസൻ ചോദിച്ചു എന്താണ് മാസ്റ്റർ മോളെ കരയണത്, മിഠായിക്കാണെങ്കിൽ ഒരു മിഠായി വാങ്ങിച്ചു കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു മിഠായിക്കല്ല കൂടി കാര്യമാണത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ദേവദാസൻ പറഞ്ഞു ഞാനൊരു നല്ല ഡോക്ടറെ പരിചയപ്പെടുത്തി തരാം, ആ ഡോക്ടറിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറയുമ്പോ എല്ലാ ഡോക്ടറും ഞങ്ങളൊന്ന് വിശ്വാസിയാണ് എന്ന ദേവദാസനാണ്. ഓക്കെ ഞാൻ അതേക്കുറിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു ഏത് ഡോക്ടറാണ് ദേവദാസൻ? അത് വേറെ ആരുമില്ല, നമ്മുടെ യേശുക്രിസ്തുവിനാണ്. യേശുക്രിസ്തുവിന്റെ പാതകിടത്തിന് 3 ദിവസം നിങ്ങൾ കുടുംബമായിട്ട് മൂത്ത കുഞ്ഞിനെ സ്കൂളിൽ വിടാതെ 3 ദിവസം കുടുംബമായിട്ട് നിങ്ങൾ ഉപവസിക്കണം. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എനിക്ക് പറ്റാൻ അറിയാവുന്ന ദേവദാസന്മാരെ വിട്ടുതരാം. അങ്ങനെ മാറ്റം വരുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ചായൻ വീട്ടിലായി ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം നമുക്ക് ഉപവസിക്കാം, ഒരു കാര്യം ചെയ്യാം, കുഞ്ഞിന് മരുന്നോട് പോകില്ല. അപ്പൊ നമുക്ക് 3 ബോട്ടിൽ മരുന്ന് വാങ്ങിക്കണം. 3 ബോട്ടിൽ മരുന്ന് വാങ്ങിച്ചിട്ട് ഒരു സ്റ്റോക്ക് ചെയ്തിട്ട് എല്ലാ മരുന്നും വാങ്ങിച്ചിട്ട് ഒരു സ്റ്റോക്ക് ചെയ്ത് ഞങ്ങൾ ഉപവസിക്കാൻ പോകണം. അങ്ങനെ വെള്ളിയാഴ്ച സഭയായിട്ട് ഞങ്ങൾ എല്ലാവരും സഹകരിക്കണം. സഭയിൽ നമ്മൾ ഉപവാസങ്ങൾ തുടങ്ങാൻ പോയി. ആദ്യത്തെ ദിവസമാണ് ദേവദാസൻ എറണാകുളം പുത്തൻകുരിശ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ദേവദാസൻ വന്നത്. ആ ദേവദാസൻ വരാൻ നേരത്തെ ഒരുപാട് തടസ്സം ഉണ്ടായിരുന്നു പറയും. അങ്ങനെ ഇവിടെ 6 നാൾ ഇങ്ങനെ അവിടെ നിന്ന് വന്നു ഉടനെ പറഞ്ഞ് കൊച്ചിന് വിടുതലാണ്. പിന്നെ ദൈവം ഈ ഉപവാസം കഴിയുന്നതിന് മുൻപ് ഇപ്പൊ തന്നെ കൊച്ചിന് വിടുതൽ ദൈവം കൊടുത്തു കഴിഞ്ഞു. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ പൂർണ്ണ വിടുതൽ കൊച്ചിന് കിട്ടും, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാൻ. അപ്പൊ ഇത് കേട്ടത് എനിക്ക് ഭയങ്കര വിശ്വാസം. ഞാൻ എന്ത് ചെയ്തു, ഈ 3 ബോട്ടിൽ മരുന്ന് കൊണ്ടുപോയി ആശ്വസിച്ച് ഒഴിച്ചു കളഞ്ഞിട്ട് പറഞ്ഞു ഇനി ഞാൻ ഈ അസുഖത്തിന് വേണ്ടി കൊച്ചിന് മരുന്ന് കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇത് ഒഴിച്ചു കളഞ്ഞിട്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് സഭയായിട്ട് 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തി. അങ്ങനെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ടും പ്രത്യക്ഷമായി ഇതിൽ കൊച്ചിന്റെ ചെറിയ നേരെ യാതൊരു കണ്ടീഷൻ രീതിയിലായി ഞങ്ങൾ ഉറപ്പോടെ വിശ്വസിച്ചു കുഞ്ഞിനെ അസുഖം ദൈവം സൗഖ്യം തന്നു. അന്ന് ദൈവം സൗഖ്യം. ഇന്ന് കുഞ്ഞ് MSc ഇപ്പോൾ വയസ്സ് 21 MSc പഠിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ യാതൊരു ബുദ്ധിമുട്ടാതെ സംബന്ധിച്ച കുഞ്ഞിനെ അത്ഭുതകരമായ ദൈവം ഞങ്ങൾക്ക് വിളിച്ചു. അങ്ങനെ ദൈവം അവിടെ സൗഖ്യം തന്നു. അത് കഴിഞ്ഞിട്ട്
പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിശ്വാസത്തെ ആരാധിച്ചു പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ സഭയും ഒരാൾക്കാരൊക്കെ പലരും പ്രാർത്ഥനയിൽ വന്നുകൊണ്ട് അതിനും ഒരു സാക്ഷി പറയാനുള്ളത്, എനിക്ക് വിവാഹം കഴിക്കുന്നതിന് മുൻപ് രക്ഷയിലേക്ക് വന്നതിന് മുൻപ് ഒരു തലവേദന ഉണ്ടായിരുന്നു. ഈ തലവേദന തുടങ്ങിയാൽ എന്റെ മാതാപിതാക്കൾക്ക് മാത്രമേ തലവേദനയുടെ ബുദ്ധിമുട്ട് എത്രമാത്രം, കാരണം തലവേദന തുടങ്ങിയാൽ പിന്നെ ഞാൻ എഴുന്നേക്കില്ല, ഒന്നും ചെയ്യില്ല, കിടന്ന് കിടപ്പാ, ഛർദ്ദിലാണ് പിന്നീട്. അങ്ങനെ ഇപ്പൊ പല ഡോക്ടർമാരും, അപ്പൊ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ ഇവിടെ ഡോക്ടറും ഒരു വിശ്വാസിയാണ്. അപ്പൊ ഞങ്ങൾ ഫാമിലിയായിട്ട് ആ ഹോസ്പിറ്റലാണ് മരുന്നൊക്കെ വാങ്ങിക്കാൻ പോണത്. അപ്പൊ ആ ഡോക്ടർ എനിക്ക് എടപ്പള്ളിയിലുള്ള ഡോക്ടറുടെ കണ്ണ് ഡോക്ടറുടെ ഞാൻ ഞങ്ങൾക്ക് സമയത്ത് പറഞ്ഞു അവിടെ കൊണ്ടുപോയി കാണിക്കാൻ വന്നത്. അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ എത്ര ശ്രമിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ തലവേദനയെ പറ്റി കുറവില്ല. അപ്പൊ എന്റെ സംശയം എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്നാണ്. അപ്പൊ ഡോക്ടർ എടുത്ത് ചോദിച്ചു, മോളെ നിനക്ക് എന്താ സംശയം, നിനക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് സംശയമുണ്ട്. അപ്പൊ ആ ഡോക്ടർ വിശ്വാസിയാണ്. അതേ ഡോക്ടർ എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണ്. ഇല്ല മോളെ നിനക്ക് അങ്ങനെയൊന്നുമില്ല, നീ അങ്ങനെയൊന്നും സംശയിക്കരുതെന്ന് പറഞ്ഞിട്ട് പല ഡോക്ടർമാരെടുത്തോണ്ട് മാറി മാറി ചികിത്സിച്ചിട്ട് എനിക്ക് തലവേദനയെ കുറിച്ച് പോകില്ല, എപ്പോഴും അഭിനയിക്കുക. അങ്ങനെയാണ് എന്റെ ഈ ബി.എഡിന്റെ പഠനങ്ങൾ, ബി.എഡ് പഠിക്കാൻ ഞാൻ തീരുമാനിക്കാൻ കഴിഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റില്ല, ഭയങ്കര തലവേദന. ശരിക്കും അത് രണ്ട് ശരി പനി വെച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അത് ഈ അങ്ങനെ ഈ തലവേദന മാറാതെ വരുന്നുണ്ട്. അപ്പൊ മാതാപിതാക്കൾ ഭയങ്കര, എന്റെ കല്യാണം കഴിയാത്തത് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ തലവേദന പലപ്പോഴും വന്നുകൊണ്ടിരുന്ന അങ്ങനെ എന്റെ കല്യാണം കഴിഞ്ഞു, ഇവിടെ വന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തലവേദന വീണ്ടും വന്നു. അതുവരെ കുറച്ചാൾ കല്യാണം കഴിയില്ലായിരുന്നു, വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ പായത്ത് ഞങ്ങള് മാർക്കറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഞങ്ങളുടെ വീടിന്റെ പാത്രങ്ങൾ അങ്ങനെ സാധനം വാങ്ങിക്കാൻ വേണ്ടി അപ്പച്ച മനുഷ്യൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി പായ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചു. അപ്പൊ തലവേദന തുടങ്ങി. പിന്നെ എനിക്കൊരു അടി യാത്ര ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓട്ടോ വിളിച്ച് ഓട്ടോയിലാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം വരെയും വന്നത്. പക്ഷെ എനിക്ക് അവിടെ ഓട്ടോയിലേക്ക് വിളിച്ചൊക്കെ ഭയങ്കര ഛർദ്ദിലായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ ഭയങ്കര തലവേദന, ഛർദ്ദിലും. അപ്പൊ ഞങ്ങൾ ദൈവം എനിക്ക് തലവേദന വീണ്ടും അന്ന് എന്റെ ഭർത്താവിനെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാണ് തലവേദനയ്ക്ക് വേണ്ടി. ഇന്ന് വരെയും അതായത് സാക്ഷ്യമാണ്, ആ തലവേദന എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ തലവേദന ദൈവം മാറ്റി തന്നു. അതായത് എന്റെ ഹസ്ബൻഡിന് രോഗശാന്തി മരുന്ന് ദൈവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് മാറ്റി തന്നു. അങ്ങനെ ഇരിക്കെ എന്റെ മൂത്ത കുഞ്ഞ് +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് പനി വന്നു. ഒരാഴ്ച പനി വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. പനി മാറി. ഒരാഴ്ച പിന്നെ പനിയില്ല. 3ാമത്തെ ആഴ്ച വീണ്ടും പനി തുടങ്ങി. പനി വന്നിട്ട് വീണ്ടും 2 ദിവസം പനി വരും, 3ാമത്തെ ദിവസം പനിയില്ല, 4ാമത്തെ ദിവസം വീണ്ടും പനി. അങ്ങനെ പനി 1 മാസം കൊണ്ട് പനി വിട്ടു മാറില്ല. ഞങ്ങൾക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങള് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർമാരി മരുന്ന് തരാതെ എനിക്ക് കുറവില്ല. അപ്പൊ ഞങ്ങളുടെ അടുത്ത് ഒരാൾ പറഞ്ഞു, സജി ഡോക്ടർ എന്നുള്ളൊരു ഡോക്ടർ പേര് കടയിൽ ഒരു വീട്ടില് പേഷ്യന്റ് ആയിട്ട് ഇപ്പോൾ അവിടെ കൊണ്ടുപോയി കാണിക്കണം. അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയ എല്ലാ മരുന്നും അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഡോക്ടർ അവിടെ മാറ്റം പോലെ എല്ലാം മാറ്റി പറഞ്ഞ് മരുന്ന് എല്ലാം മാറ്റി വെക്കണം, ഇതൊന്നിനും ഇതൊരു പ്രയോജനവുമില്ല, ഞാൻ വേറെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അതിന് മുമ്പ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്നാണ്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ അറിയുന്നത് കുഞ്ഞിന് എലിപ്പനിയാണെന്ന് അറിയുന്നത്. അപ്പൊ എലിപ്പനി ഇപ്പൊ +1 പഠിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ദൈവം അങ്ങനെ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ഇനി ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിക്കണം. അന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പേപ്പറുകാർ വരും എലിപ്പനി വന്ന് വരും മരിച്ചു കേൾക്കുന്ന സാഹചര്യമാണ്. പക്ഷെ എന്റെ കുഞ്ഞിന് എലിപ്പനി വരാനായിട്ട് യാതൊരു സാഹചര്യമില്ല. കാരണം എന്തെങ്കിലും ചെളി വെള്ളത്തിലോ അഴുക്ക് വെള്ളത്തിലോ ഒക്കെ നീന്തിയായിട്ട് വരുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുന്നിന്റെ മുകളിലാണ് താമസിക്കുന്നത്. ആ കുന്നിന്റെ മുകളിൽ 2 പേരുടെ മുകളിലാണ് കയറാം. ഒരിക്കലും വെള്ളത്തിൽ അവരുടെ ഒരു കാര്യമില്ല. സ്കൂളിൽ പോയാലും ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരും, അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ എന്തുകൊണ്ടോന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ കുഞ്ഞ് എലിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. പിന്നെ അവിടുത്തെ ചികിത്സ തുടങ്ങി ആള് വളരെ ശാരീരികമായിട്ട് വളരെ ബലഹീനയായി. അങ്ങനെ കൗണ്ടൊക്കെ കുറഞ്ഞു. 40,000 കൗണ്ട് കുറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആളെ ഭയങ്കര ഭയമായി. കാരണം ഇങ്ങനത്തെ പല ന്യൂസൊക്കെ തരുന്നതുകൊണ്ട് അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി നേഴ്സ് വരുമ്പോൾ വെയിൻ കിട്ടൂല. വെയിൻ കഴിയും ഞങ്ങൾ ഒരുമിച്ച് കഴിയാൻ തുടങ്ങും. അങ്ങനെ ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെ വന്നു. ദൈവം അവിടെ നിന്ന് എന്റെ കുഞ്ഞിന് അത്ഭുതകരമായിട്ട് സൗഖ്യം നൽകി. അത് കഴിഞ്ഞപ്പോ എന്റെ അച്ഛൻ ഡെങ്കിപ്പനി വന്നു. ഡെങ്കിപ്പനി വന്നിട്ട് ഞങ്ങളുടെ ഏരിയയിൽ മൊത്തം എല്ലാവരും പറഞ്ഞു പാസ്റ്റർ മരിച്ചു, ഈ ഡെഡ് ബോഡിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷെ ഞങ്ങൾ തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല. ഞാനും എന്റെ പിള്ളേരും ഒരു ദിവസം ഞങ്ങള്
ചർച്ചയിലുള്ള അപ്പച്ചൻ പ്രാർത്ഥിക്കുകയും ദൈവമേ പിഞ്ചു കുഞ്ഞുങ്ങളാണ് അവർക്ക് അവർ അനാഥരായി പോലെ. കാരണം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ നാടും മാതാപിതാക്കളെയും ബന്ധുക്കളെയും വിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ബന്ധുക്കളെന്ന് പറയുന്നത് ആരുമില്ല, വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവമേ ആ കുഞ്ഞുങ്ങൾ അനാഥരാക്കി വിടലേ, ആ ദൈവം സൗഖ്യം കൊടുക്കണമേ, ജീവിതത്തിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നത് പ്രാർത്ഥിച്ചപ്പോഴാണ് മനസ്സിലായത് അച്ഛൻ്റെ രോഗാവസ്ഥ വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. എങ്കിലും ദൈവമക്കളെ ഞങ്ങളുടെ സഭയുടെ എല്ലാവരും ഈ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ സഭ ഒട്ടാകെ ഐക്യതയോടെ നിന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എന്റെ അച്ഛന്റെ അച്ഛനും ആ രോഗത്തിന് ദൈവം സൗഖ്യം കൊടുത്തു. അങ്ങനെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് വഴി നടത്തിക്കൊണ്ടിരുന്നു. ഇവിടെ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ അപ്പച്ചൻ 3 സെന്റ് സ്ഥലമാണ് പള്ളിക്ക് വേണ്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് പള്ളിക്ക് വേണ്ടി അപ്പച്ചൻ അത് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ ചന്ദ്രൂരി IPC അവിടെ ഉള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ അത് അപ്പൊ ഞങ്ങൾക്ക് 25 സെന്റ് സ്ഥലമാണ് അവിടെ ഉള്ളത്. അതിൽ 3 സെന്റ് സ്ഥലം മാത്രമേ അപ്പച്ചന്റെ പേരിലുള്ളൂ, ബാക്കിയെല്ലാം അമ്മച്ചിയുടെയും എന്റെ ആളുകളുടെയൊക്കെ പേരിലാണ്. അപ്പോൾ ഈ അപ്പച്ചനുണ്ടായിരുന്ന 3 സെന്റ് സ്ഥലമാണ് അപ്പച്ചൻ പള്ളിക്ക് വേണ്ടി എഴുതി കൊടുത്തത്. അത് കഴിഞ്ഞപ്പോൾ അപ്പച്ചന്റെ കാലശേഷം അപ്പച്ചൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് അപ്പോൾ ഉടനെ ഈ ചർച്ചക്കാർക്ക് ആവശ്യപ്പെട്ട് 3 സെന്റ് സ്ഥലത്തിൽ ഒരു പള്ളി വെക്കണതായ പള്ളി ഒന്ന് ഓൾറെഡി അതൊന്ന് പുതുക്കി വെക്കാൻ വേണ്ടി അതിന് സ്ഥലം ഒരാൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ പേരിൽ 2 സെന്റ് സ്ഥലം പള്ളിക്ക്. അങ്ങനെ ഞങ്ങളിപ്പോ 5 സെന്റ് സ്ഥലത്ത് ആ പള്ളി ഇരിക്കുന്നു. അവര് കൂടാതെ 3 സെന്റ് സ്ഥലം കൂടി വാങ്ങിച്ചാണ് ഇപ്പൊ 8 സെന്റ് സ്ഥലത്തിലാണ് ചന്ദ്രൂരിൽ IPC ചർച്ച ചെയ്യുന്നത്. എന്റെ വീടിനോട് ചേർന്നാണ് ആ ചർച്ച ചെയ്യുന്നത്. അപ്പച്ചൻ കൊടുത്ത ആ പള്ളിക്ക് വേണ്ടി കൊടുത്ത സ്ഥലമാണ്. അങ്ങനെ ദൈവനാമത്തിന് വേണ്ടി മാതാപിതാക്കൾ ഒരുപാട് ഞാൻ പറഞ്ഞ വീട് തുറന്നു കൊടുത്തു, വസ്തു കൊടുത്തുകൊണ്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് യാതൊന്നും ദൈവം മുട്ടിച്ചിട്ടില്ല. ദൈവം ഞങ്ങൾ അത്ഭുതകരമായിട്ട് ആദ്യ കാലങ്ങളിലേക്ക് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് ദൈവം ഞങ്ങൾ അത്ഭുതകരമായിട്ട് ഒന്നിനും മുട്ടില്ലാതെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ മൂത്ത കൊച്ചി MBA കഴിഞ്ഞു, MA കഴിഞ്ഞു, ഇപ്പോഴത്തെ ജോലി ചെയ്യുന്നു. ഇളയാള് ഇപ്പോ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു. നമ്മുടെ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കൊരു ചർച്ചുണ്ട് കലയത്ത്. ആ ചർച്ചിൽ ഏകദേശം ഒരു 10-70 പേരെങ്കിലും സ്നാനപ്പെട്ടവരായിട്ടുണ്ട്. കുഞ്ഞുകുട്ടികളായിട്ട് ഞങ്ങൾ അവിടെ ആരാധിച്ചു വരുന്നു. അവിടെ ഞങ്ങൾക്ക് അവിടെയും 5 സെന്റ് സ്ഥലം ആ ആലയത്തിന്റെ തൊട്ടടുത്തുള്ള വീട്ടായി ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. അവിടെ ഞങ്ങളുടെ ആലയവും പള്ളിയെടുക്കാനും അവിടെ ഞങ്ങൾക്ക് ഒരു പാഷനേറ്റുണ്ട്. അവിടെയാണ് ഞങ്ങൾ താമസിച്ച് ചെയ്യുന്നത്. അനുഗ്രഹകരമായ രീതിയിൽ ഞങ്ങളെ നടത്തുന്നു. അപ്പൊ പുതിയതായിട്ട് പോയി അവിടെ ചെന്ന് പ്രവർത്തിച്ചതാണല്ലോ പാസ്റ്റർ അല്ലേ? അതെ. അപ്പം അത്രയും ആത്മാക്കളെയൊക്കെ കർത്താവ് തന്നത് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിച്ച എന്തെങ്കിലും കാര്യമുണ്ടോ ആത്മാക്കൾ കടന്നു വരാൻ വേണ്ടി? അതായത് ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ വിവാഹം കഴിഞ്ഞ് ചർച്ചിൽ വരുമ്പോൾ ഏകദേശം 10-100 ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ മാത്രമേ ആഭരണം ഉപയോഗിക്കാത്തവരുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ആഭരണം. കാരണം ഇവിടെ അച്ഛനും ഒരു പെന്തിക്കോസ്തുകാരുടെ ഒരു ബന്ധമില്ലാതെ തുടങ്ങിയ ഒരു ചർച്ചാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആഭരണം ഇട്ടൊക്കെ സ്ഥാനപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ആഭരണം അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ആഭരണം കൂടി സ്ഥാനപ്പെടാൻ തുടങ്ങിയപ്പോഴും ഞാൻ ചർച്ചകളും പലരും ആർക്കും തുടങ്ങി. അങ്ങനെ ആൾക്കാരെ എണ്ണം കുറയാൻ തുടങ്ങി. എങ്കിലും ദൈവം വേറെ പല രീതിയും പലരെയും കൊണ്ടുവരുന്നു. രോഗശാന്തരമുള്ളതുകൊണ്ട് പലരും രോഗസൗഖ്യത്തിലൂടെയൊക്കെ പലരും കടന്നു വരുന്നു. അങ്ങനെ അനുഗ്രഹകരമായ രീതിയിൽ അത് ചർച്ച നടന്നു പോകുന്നു. അതായത് ഞങ്ങളുടെ ഇവിടെ ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളുടെ ഏരിയ. ഞങ്ങളുടെ ചർച്ചയിൽ വരുന്നവര് 3/4 പേരും ഹിന്ദുക്കളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. അതുകൊണ്ട് ആ ഏരിയ കൊണ്ട് ഞങ്ങൾ ഇവിടെ കുറച്ച് ഹിന്ദുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും ഹിന്ദുക്കളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. അങ്ങനെ എന്തെങ്കിലും വല്ല മറ്റുള്ളവരിൽ നിന്ന് വല്ല പീഡനങ്ങളോ അങ്ങനെ വല്ല ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞോ. അതായത് അച്ചായി കുറിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അമ്മയും അപ്പയും വേണ്ടി പോയി കണ്ടിട്ട് വന്നോളൂ, എനിക്ക് അധികം താമസമില്ല. അതായത് അവര് അതിനകത്തൊക്കെ താമസിച്ച റൂമിന്റെ മുകളിൽ കല്ലുകൊണ്ടൊക്കെ എറിഞ്ഞ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടാതെ ഞങ്ങളുടെ ചർച്ചയിൽ ഒരു പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരത്തി ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട്. അപ്പൊ പ്രാർത്ഥന ഈ പുള്ളിക്കാരത്തി പ്രാർത്ഥനയ്ക്ക് വരും. പ്രാർത്ഥനയിൽ വന്നിരുന്ന് വെള്ളിയാഴ്ച മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഇരുന്ന് മരിച്ചുപോയി. ആ പ്രാർത്ഥന സമയത്ത് മരിച്ചുപോയി. ഭയങ്കര പ്രശ്നമുണ്ടായി. കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്നതും
അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ ചർച്ച അവിടെ നിന്ന് മാറ്റിക്കളയുമെന്നും അത് നിർത്തലാക്കണമെന്നൊക്കെയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എങ്കിലും ഇപ്പൊ പറയാനാണെങ്കിൽ ആരും ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾ ഏകദേശം ഒരു 28 വർഷത്തോളാണ് നമ്മുടെ ചർച്ച തുടങ്ങിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാം ഞാൻ കഴിവാണ്, യാതൊരു പ്രശ്നമില്ലാതെ നല്ലത് ചർച്ച അറിയപ്പെടുന്ന ഞങ്ങളുടെ ചർച്ച തന്നെയാണ് അറിയപ്പെടുന്നത്. ആമേൻ. ഓക്കെ ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു സിസ്റ്ററെ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രകർത്താവേ, സ്തുതിയോടെ വാഴ്ത്തുന്ന പിതാവേ, ഹല്ലേലൂയ. ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ടിവിയിലൂടെ കർത്താവേ അടിയനെ നടത്തിയ വഴികളെ കുറിച്ച് കർത്താവേ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ദൈവമേ അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയന്റെ സാക്ഷ്യം കർത്താവ് അനേകർക്ക് പ്രയോജനകരമായി മാറുവാൻ, അനേക രക്ഷകമാർക്ക് കടന്നു വരുവാൻ ഇതിന് മുഖാന്തരമാക്കി അവിടുന്ന് മാറ്റണമേ കർത്താവേ. രക്ഷിക്കപ്പെട്ടവർക്ക് കർത്താവേ ആത്മാവ് ഉത്തേജനമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ, നടത്തുന്നവരായിരിക്കുന്ന ദാസനെയും ദാസിയെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ അവരുടെ പ്രവർത്തനങ്ങൾ അനേക കർത്താവെ അനുഗ്രഹമായി മാറുവാൻ ദൈവം കൃപ ചെയ്യണമേ കർത്താവെ. അനേകരെ ക്രിസ്തുവിലേക്ക് നേരുവാൻ തക്കവണ്ണം പ്രവർത്തനങ്ങൾ മുഖാന്തരമായിട്ട് ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.